على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. رب اشرح لي صدري ويسر لي أمري. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ മാസം, അതിന്റെ ഏറ്റവും ഭംഗിയിൽ ഒട്ടനവധി പുണ്യങ്ങളോടുകൂടി നമ്മളിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ആ റമദാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാവണം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പരിചയപ്പെടാനും ചർച്ച ചെയ്യാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികളും ഒരുമിച്ചുകൂടലുകളും എന്തിന് എന്ന ചോദ്യത്തിന് ഈ അംഗബലം സംഘബലം കാണിച്ച് ആരോടെങ്കിലും രാഷ്ട്രീയപരമായി വിലപേശാനോ അതല്ലെങ്കിൽ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട വിഭാഗം ഞങ്ങളാണ് എന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനോ അല്ല ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ലോകത്ത് അള്ളാഹുവിനല്ലാത്ത ഒരു ശക്തിക്കും തടയാനാവാത്ത മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് നമ്മൾ ഓരോരുത്തരും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും 1000 സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് നേരത്തെയോ ആക്കാനോ മാറ്റാനോ സാധിക്കാത്തവരാണ് നമ്മളിൽ ഓരോരുത്തരും. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നതും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും
വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. എത്രയൊക്കെ ലോകം വെട്ടിപ്പിടിച്ചാലും 1000 സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാലും എന്നെ തൊടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ആരുടെ മുൻപിൽ വെല്ലുവിളിച്ചാലും വഫീഹാ നുഈദുകും, നിങ്ങൾ വന്ന മണ്ണിലേക്ക് അല്ലാഹു തആല നിങ്ങളെ കൊണ്ടുപോകും. ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തം മരണത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ പലതും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും, നിസാർ സാഹിബ് അടക്കം, ഇന്ന് മണ്ണിന്റെ അടിയിലാണ്. നാളെ അതേ മണ്ണ് നിശ്ചയിക്കപ്പെട്ട ഒരു ജീവിതവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ മരണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കാണുന്ന തിരക്കും വെപ്രാളവും ആർത്തലച്ചോടിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിലെ സൗകര്യങ്ങളും വിട്ട് ഒന്നും അറിയാത്തവനെ പോലെ 6 അടി മണ്ണിലേക്ക് ഞാനും നിങ്ങളും മടങ്ങുന്ന ഒരു രംഗം. തുറന്നു വെച്ചിരിക്കുന്ന കണ്ണുപോലും ഒന്ന് അടച്ചു കളയാൻ അടുത്തിരിക്കുന്ന ആളുകളുടെ സഹായം വേണ്ട മരണം. തുറന്നു പോകുന്ന വാ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിയിടാൻ അടുത്തുള്ള ആളുകളുടെ സഹായം വേണ്ട മരണം. 3 വള്ളപ്പുടവയിലേക്ക് പിടിച്ചാൽ കിട്ടാതെ തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ 2 തള്ളവിരലുകൾ കൂട്ടിപ്പിടിച്ച് കെട്ടിയിടാൻ മറ്റൊരാളുടെ സഹായം വേണ്ട മരണമെന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അക്സിറുദ്ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. മനുഷ്യരെ സർവ്വ ആസ്വാദനങ്ങളും നിലപ്പിച്ച് കളയുന്ന, നമ്മളില്ലാത്തതിന്റെ പേരിൽ ഒരു ചുക്കും സംഭവിക്കാത്ത ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ പറ്റി ഇടക്കിടക്ക് നമ്മളൊന്ന് ഓർക്കണം. കാരണം പലപ്പോഴും പലരും പറയാറുണ്ട് 10-50 കൊല്ലം ജീവിച്ചു എന്ന്. അല്ല, 50 കൊല്ലം കബറിലേക്ക് നമ്മൾ നടന്നു തീർത്തു. നിശ്ചയിക്കപ്പെട്ട പരിധിയിലേക്ക് നമ്മൾ യാത്ര ആരംഭിച്ച് ആ നിശ്ചയിക്കപ്പെട്ട കബറിന്റെ അരികിലേക്ക് നമ്മൾ ജീവിക്കുകയാ എന്നാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. അവസാനം 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കുടുംബക്കാരും നാട്ടുകാരും നമുക്കൊരു യാത്രയപ്പം തരും. അത്രേ തരാൻ പറ്റൂ എല്ലാവർക്കും. കൂടെ പോരാൻ കൂടെ കിടന്ന പെണ്ണുണ്ടാവൂല, കൂടെ പോരാൻ കൂടെ സഹകരിച്ച സഹപ്രവർത്തകരുണ്ടാവൂല, കൂടെ പോരാൻ സമ്പാദിച്ച സമ്പത്തുകളിലെ ഒരു കാലണ പോലും കബറിലേക്ക് ആരും നിക്ഷേപിക്കാറില്ല. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മകളുമായി കബറിന്റെ അരികിൽ ചെന്ന് നമുക്ക് നാട്ടുകാരും കുടുംബക്കാരും തരുന്ന യാത്രയപ്പ തസ്ബീത്ത്. ഞാൻ പറയാറുണ്ട്, ആ കബറിലേക്ക് ഒരു മയ്യത്ത് വെച്ച് ആ മയ്യത്തിന്റെ മേലെ ഒരു സ്ലാബ് ഇട്ട് ഓരോരുത്തരും സ്ലാബിന്റെ ഇടുക്കല് ഒരു തരി മണ്ണ് പോലും താഴേക്ക് വീഴൂല എന്നുറപ്പ് വരുത്താൻ വേണ്ടി പേപ്പറും കടലാസും കൊണ്ട് അല്ലെങ്കിൽ ഇലകളെ കൊണ്ട് ആ കബറിന്റെ വടവുകൾ അടച്ച് ആ കബറിലേക്ക് കുനിഞ്ഞ് 3 പിടി മണ്ണ് വാരിയെടുത്തിടുന്ന ഒരു രംഗമുണ്ട്. 3-ാമത്തെ പിടി മണ്ണും ആ കബറും പുറത്തേക്ക് വീഴുമ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ, എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന എന്റെ സഹോദരന് നിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥാ. ഇതെന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ? പണം കൊണ്ടും തറവാടിത്തം കൊണ്ടും ദുനിയാവിലെ വിലയുള്ളൂ. അത്യാവശ്യം പൈസയും പേരുകെട്ട തറവാടുണ്ടെങ്കിൽ ഒരാള് നമ്മളോട് ചോദിക്കുക, എന്തടോ എന്ന് ചോദിച്ച എന്റെ പണി നോക്കിക്കോന്ന് പറയാനുള്ള ധൈര്യം ദുനിയാവിലേ ഉള്ളൂ. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച കറുത്തോൻ വെളുത്തോൻ പണക്കാരൻ പാമരൻ
വീടുള്ളോൻ വീടില്ലാത്തോൻ, മൂക്ക് നീണ്ടവൻ മൂക്ക് കുറുകിയവൻ എന്ന വ്യത്യാസമൊന്നുമില്ല. അള്ളാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, മയ്യത്ത്. സൗദി അറേബ്യയിലെ പേരുകെട്ട രാജാവ് മരിച്ചാലും നാട്ടിലുള്ള ഏത് പാമരം മരിച്ചാലും എല്ലാവർക്കും 6 അടി മണ്ണെന്നെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ സബ്ബിത്തുഹു ഇൻദ സുആൽ, എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ നിൽക്കാനുള്ളൊരു ധൈര്യം ആ കബറാളിക്ക് ഇങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചോനെ, ഇങ്ങി ചോദിക്കുന്ന ചോദ്യം ലേ, ഒരാളെ കബറിലേക്ക് വെച്ച് ആ കബറിന്റെ മേലെ മണ്ണിട്ട് തുടങ്ങുമ്പം ആ അല്ലാഹു തആല നിശ്ചയിക്കുന്ന മലക്കുകള് ആകാശ ലോകത്ത് നിന്നും ഇറങ്ങി വരും. എന്നിട്ട് ആ കബറാളിയെ പതുക്കെ തട്ടി വിളിച്ച് കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിക്കടത്തും. ചാരിയിരിക്കുന്ന ആ അടിമയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ആ കബറിന്റെ മേലെ നിന്ന് നമുക്ക് വേണ്ടി പറയുന്നതും അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചോനെ, ആ ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാൻ, ഒരു കെട്ടിക്കുടുക്കലുകളും ഇല്ലാതെ നെഞ്ചും വിരിച്ച് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു ശക്തി ആ കബറാളിക്ക് ഇങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി. ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഭീകരതയും ആ കബറാളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് കബറങ്ങിടുക്കി കളയും. മദീന മിമ്പറിൽ ഖുതുബ നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനെ നോക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കൈവിരലുകൾ കോർത്തു പിടിച്ച് മദീന മിമ്പറിൽ നിന്ന് കണ്ണു നിറഞ്ഞ് അള്ളാന്റെ റസൂല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങളെ വാരിയല്ലുകൾ കോർത്തുപോകും, കബറ് പടച്ചോനങ്ങ് ഇടുക്കിക്കളയും. ആ കബറിന്റെ ഭയാനകത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കബറിന്റെ 2 ഭാഗം പടച്ച റബ്ബങ്ങ് ഇടിക്കുമ്പോ നിങ്ങളെ വാരിയല്ലുകൾ കോർത്തു പോകുമ്പോ നിങ്ങൾ കരയും. ആ കരച്ചിലിനും വേദനക്കും കുറവായിക്കൊണ്ട അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി. പടച്ചോനെ, ആ കബറിന്റെ പ്രയാസം ഒന്ന് കുറച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ സ്വർഗത്തിന്റെ ഒരു കവാടം റബ്ബേ ഇനി ആ കബറിലേക്കൊന്ന് തുറന്നു കൊടുക്കണേ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോകും. പിന്നെ ആരാ മനുഷ്യരെ എന്നെ നിങ്ങളെ ഓർക്കാറുള്ളത്? ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇക്കഴിഞ്ഞ എത്ര മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തതാ? ഇക്കഴിഞ്ഞ നേരത്തെ നമസ്കരിച്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, ഇശാ നമസ്കാരത്തിന് ശേഷം കയ്യുയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പടച്ചോനെ, നിസാർ സാഹിബ് എങ്ങനെയാ കബറില്? റബ്ബെ, അതിന്റെ മുൻപ് മരിച്ച പലരും എങ്ങനെയാ കബറില്? റബ്ബെ, എന്റെ വാപ്പ എങ്ങനെയാ കബറില്? പടച്ചോനെ, എന്റെ പൊന്നുമ്മ എങ്ങനെയാ കബറില്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു സെക്കൻഡെങ്കിലും നെഞ്ച് പൊട്ടിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ കബറെന്ന ലോകത്ത് അനുഭവിക്കുന്ന വേദനകളെ തൊട്ടും സങ്കടങ്ങളെ തൊട്ടും ഒരു വേള ചിന്തിച്ചു നോക്കി അള്ളാഹുവിനോട് അതൊന്ന് എളുപ്പമാക്കാനും സന്തോഷമാക്കാനും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാളും നമ്മളെ ഓർക്കാത്തൊരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ മുൻപ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് മരിച്ചാ പിന്നെ വലിയ സമാധാനാണ്. അതുകൊണ്ട് ആ ദുനിയാവിൽ കുറെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പം ചിലര് പറയാറില്ലേ, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനം എന്നാ ചിലരുടെ വിശ്വാസം. ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനം എന്ന് പറയാൻ പറ്റും. കള്ളുകുടിയന് ചോദ്യങ്ങളില്ലെങ്കിൽ, പെണ്ണുപിടിയന് ചോദ്യങ്ങളില്ലെങ്കിൽ, മറ്റുള്ളവനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയവന് ചോദ്യമില്ലെങ്കിൽ, വാപ്പനെമ്മനെയും നോക്കാത്തവന് ചോദ്യമില്ലെങ്കിൽ, കെട്ടിയ പെണ്ണിനെ വഞ്ചിച്ചവന് ചോദ്യമില്ലെങ്കിൽ, കെട്ടിയ ആണിനെ ദുരിതപ്പെടുത്തിയോക്ക് ചോദ്യമില്ലെങ്കിൽ മരണം വലിയ സമാധാന. പക്ഷേ അള്ളാഹു തൊട്ടടുത്ത വാക്കിലൂടെ തന്നെ പിന്നെ ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും. ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഹാജരാക്കപ്പെടും. ആ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ ലോകത്തെ ജീവിതത്തിനിടയിൽ റബ്ബ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം റബ്ബ് ചോദ്യം ചെയ്യും. ഓരോ സെക്കൻഡിനെ പറ്റിയും അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും. നൽകപ്പെട്ട ഓരോ നിഅമത്തുകളും പടച്ച റബ്ബിന്റെ മുൻപിൽ കണക്ക് പറയപ്പെടും. അതുകൊണ്ടാണല്ലോ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണവെപ്രാളം കാണിക്കുമ്പോ സഹാബാക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കയറി ചെല്ലും. ഒരു ഈത്തപ്പന ഓലയിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കി കണ്ണ് നിറയുന്ന
മരണത്തെ കൺമുൻപിൽ കാണുന്ന അബൂ ത്വൽഹാന്റെ കണ്ണീര് കണ്ട് സഹാബാക്കൾ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, അബൂ ത്വൽഹ, മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക്? മരണത്തെയാണോ അബൂ ത്വൽഹ താങ്കൾ പേടിക്കുന്നത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ പറഞ്ഞു, മരണത്തെ ഞാൻ പേടിച്ചിട്ടില്ല, മരണത്തെ എനിക്കൊരു പേടിയില്ല. അല്ലാഹ് നിശ്ചയിച്ച സമയം ഞാൻ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുക. പിന്നെന്തിനാ അബൂ ത്വൽഹ താങ്കൾ കരയുന്നത്? താങ്കളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, താങ്കൾ മരണത്തെയോ അല്ലാണ്ട് എന്തോയോ പേടിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയും, ഇക്കണ്ട സൗഭാഗ്യങ്ങളൊക്കെ തന്ന റബ്ബിനോട് ആ കണക്ക് പറയാനാണല്ലോ മരണം എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്തൊരു പെടച്ചില്. അള്ളാഹു തന്ന ഓരോ കാര്യത്തെപ്പറ്റിയും ചോദ്യം ചെയ്യാനാണല്ലോ മരണം. മരണമെന്നാൽ ചോദ്യത്തിന്റെ ആരംഭമാ. ആരും ചോദിക്കാത്ത ചോദ്യത്തിന്റെ തുടക്കമാ മരണം. ആ മരണം അള്ളാന്റെ ചോദ്യങ്ങളാണല്ലോ എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. സഹാബത്തെ കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു, അബൂ ത്വൽഹ, അതിനു മാത്രം പടച്ചോൻ എനക്കെന്താ തന്ന്? ഈ മദീനയിലെ പട്ടിണിക്കാരുടെ കൂട്ടത്തിലാ നിന്നെ ഞങ്ങൾ കണ്ടത്. നിനക്കെന്ത് റബ്ബ് കൂടുതൽ തന്നു എന്നാ താങ്കൾ അവകാശപ്പെടുന്നു? ഒരു വലിയ കൊട്ടാരം താങ്കൾക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടങ്ങൾ താങ്കളുടെ പേരിലില്ല. ധനാഢ്യനായ മക്കയിലെ മദീനയിലെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയത്തിന്റെ ഒരു നാണയം പോലും താങ്കളുടെ കയ്യിലില്ല. പിന്നെന്താ അബൂ ത്വൽഹ താങ്കൾക്ക് ഇത്രമാത്രം പടച്ചോൻ തന്നെന്ന് പറയുന്നത്? ആ വീട് മൊത്തം സഹാബത്ത് തെരഞ്ഞിട്ടും ഒന്നും കാണാതായപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് സഹാബത്ത് വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ തന്റെ തളർന്നു പോയ കൈകൾ വീട്ടിന്റെ മൂലയിലേക്ക് അദ്ദേഹം ചൂണ്ടി. ആ വിരലിന്റെ അറ്റത്തേക്ക് ചൂണ്ടിയെ നോക്കിയ സഹാബത്ത് കണ്ടത് വീട്ടിന്റെ മൂലയിൽ തുരുമ്പ് വീണ് വക്ക് തൊളിഞ്ഞുപോയ ഒരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയ ഒരു പാത്രവും, ആ തോൽപാത്രവും തുരുമ്പ് വീണ ഇരുമ്പിന്റെ പ്ലേറ്റും ചൂണ്ടി കണ്ണുനീരോട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. മദീനത്തെ പള്ളിയിൽ ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ 3-4 ദിവസം സഹാബത്ത് പട്ടിണി കിടക്കുമ്പം എന്റെ ഹബീബായ നബി തങ്ങൾ പോലും പച്ചവെള്ളം കുടിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പം തിന്നാൻ പ്ലേറ്റും കുടിക്കാൻ പാത്രവും തന്ന എന്റെ റബ്ബിനോട് ആ പാത്രത്തിനും ആ പ്ലേറ്റിനും കണക്ക് പറയേണ്ടതല്ലേ ഞാൻ എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. നോക്കൂ നിങ്ങൾ, എത്ര സന്തോഷത്തോടെയും സങ്കടത്തോടെയുമാ അവർ ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മനസ്സിലാക്കിയത്. ആ ദുനിയാവ് ഒരിക്കലും നമ്മളെ വഞ്ചിക്കുന്നില്ല എന്നുറപ്പ് വരുത്തലാണ് മരണം എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇന്ന് പലരും പറയുന്നത് പോലെ എന്തൊക്കെയാ ദുനിയാവിലെ ജീവിതത്തിൽ നേടിയതെന്ന് ചോദിക്കുമ്പം പലരും ആവേശത്തോടെ പറയുന്ന ചില മറുപടികളില്ലേ? മൂത്ത മക്കൾക്ക് വീടായി, ഇളയ മകന് വീടായി, മക്കളെയൊക്കെ പഠിപ്പിച്ചു. മൂത്തവന്റെ മകൾക്ക് 10+ കിട്ടി, ഇളയവന്റെ മക്കളൊക്കെ മദ്രസയിൽ പോയി സൂറത്ത് കാണാതെ പഠിക്കാറുണ്ട്. 10 സെന്റ് സ്ഥലം വാങ്ങി, അവിടെ ഒരു 25 സെന്റ് സ്ഥലം വാങ്ങി, ഇവിടെ ഒരു 3 മുറി കടയെടുത്തു. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. റസൂലേ, അവരിൽ പലർക്കും പറയാനുള്ളത് സമ്പാദ്യങ്ങള്, അവരെ മുതലിനെ പറ്റിയും മക്കളെ പറ്റിയോ. പക്ഷെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ റബ്ബ് തിരിച്ചു വിളിക്കുമ്പം മനസ്സറിഞ്ഞ് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകാൻ അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കണം നബിയെ. ദുനിയാവ് വഞ്ചിച്ചവരാണോ അവർ? ദുനിയാവിന്റെ മായാലോകത്ത് പെട്ടുപോയവരാണോ അവർ? എങ്കിൽ ആഖിറത്തിലേക്ക് ഒന്നും കയ്യിലില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഹതഭാഗ്യവാന്മാരായി പോകും. അതുകൊണ്ടാ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആവർത്തിച്ചോർമ്മപ്പെടുത്തിയതും ഇന്നമാ, തീർച്ചയായും ദുനിയാവെന്ന് പറഞ്ഞാൽ ലഇബുൻ, ഒരു കളിസ്ഥലം മാത്രമാ, വലഹുബുൻ, ഒരു വിനോദം മാത്രമാ, സമ്പത്തിലും മക്കളിലും പരസ്പരം പെരുമ നടിക്കുന്ന ഒരു ലോകം മാത്രമാ മനുഷ്യരെ ദുനിയാവ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന ഒരു വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല. നാട് വിട്ട് കൂടുവിട്ട് ഈ പ്രദേശത്തേക്ക് വന്ന് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെട്ടാലും നാളെ പടച്ച റബ്ബ് തിരിച്ചു വിളിക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി വേർത്ത നെറ്റിത്തടവുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സമ്പാദിച്ച സമ്പത്തുകളുടെ പേരിൽ അല്ലെങ്കിൽ നേടിയെടുത്ത ദുനിയാവിലെ മറ്റേത് ലോകത്തിന്റെ പേരിലും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും കണക്ക് പറയേണ്ടി വരും. പലരും തിരിച്ചു പോകുമ്പോ ഈ ദുനിയാവിലെ വിനോദം മാത്രമേ കയ്യിലുള്ളൂ, കുറെ പണം, കുറെ ദുനിയാവിലെ സന്തോഷങ്ങള്. പക്ഷേ റബ്ബിനെ സ്നേഹിച്ച് ജീവിച്ച നിരവധി ആളുകൾ ഈ ലോകത്ത് നമുക്ക് മാതൃകയുണ്ട്.
അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ച് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കൃത്യമായി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കണ്ടെത്തിയവർ അല്ലേ? മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് തല്ല് കിട്ടുമ്പോഴും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ചുട്ടുപഴുപ്പിച്ച് ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റുമ്പോ കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന നമ്മളുടെ സഹോദരിയുടെ ചരിത്രം വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഓരോ തവണ വെള്ളത്തിന്റെ പുറത്തേക്ക് എടുക്കുമ്പോഴും ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം അല്ലാഹു അക്ബർ എന്ന് നെഞ്ചുപൊട്ടി വിളിച്ചു പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഇവരൊക്കെ അല്ലാഹുവിനെ മനസ്സിൽ ആലോചിച്ച് പരലോകത്തെ സ്വപ്നം കണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവരാ. അതാണ് റബ്ബ് പറയുന്നതും ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നിങ്ങൾ ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പ്രവർത്തിക്കട്ടെ, ആത്മാർത്ഥമായി പരിശ്രമിക്കട്ടെ. 10-60 കൊല്ലം ദുനിയാവിൽ പടച്ചോൻ അവസരം തന്നിട്ടും ജീവിതത്തിന്റെ അവസരങ്ങളെ കൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചുള്ള യാത്ര ഏറെ ഖേദകരമായിരിക്കുമെന്നും അള്ളാഹുവിന്റെ അരികിലുള്ള വിചാരണ നിങ്ങളെ ഏറെ സങ്കടപ്പെടുത്തുമെന്നും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ നമുക്ക് നന്നാവാൻ, ജീവിതത്തെ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റബ്ബ് നൽകുന്ന ചില ഓഫറുകളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട സമയത്തിലേക്കും മാസത്തിലേക്കുമുള്ള യാത്രയാണ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടാ ലോകത്തിന്റെ റസൂലുള്ള ചോദിച്ചതും മൻ അദ്റക റമദാന, ഒരു വ്യക്തിക്ക് ഒരു റമദാനെ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. ഫലം യഗ്ഫിറുദ് ദുനൂബ, ആ ഒരൊറ്റ റമദാൻ കൊണ്ട് അവന്റെ പാപങ്ങൾ പടച്ച റബ്ബിനോട് പൊരുത്തപ്പെടിക്കാൻ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് അവന്റെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളും ചെയ്തുപോയ തിന്മകളും ഒരാളോടും പറയാനാവാത്ത, ഒരു പെണ്ണിന്റെ മുൻപിലും തുറക്കാനാവാത്ത, ഒരു കൂട്ടുകാരനോടും പറഞ്ഞു പരിഹരിക്കാൻ സാധിക്കാത്ത ഏതേത് പാപത്തിന്റെ കറകൾ അവന്റെ ഹൃദയത്തിൽ കറുത്ത നെരിപ്പോടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പടച്ച റബ്ബിന്റെ മുൻപിൽ തുറന്നു വെച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാൻ ഒരു റമദാൻ കൊണ്ടൊരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ മനുഷ്യരെ അവന് സാധിക്കുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലത്തേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ കാത്തിരിക്കുന്നത്. മനസ്സും ശരീരവും അള്ളാഹുവിന്റെ അരികിലേക്ക് വിശുദ്ധമാക്കേണ്ട മാസം, ചെയ്തുപോയ പാപങ്ങളുടെ ഓരോ സങ്കടങ്ങളും റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയേണ്ട മാസം. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാ റമളാൻ, എന്തിനാ നോമ്പ്? നിങ്ങളെ മുൻഗാമികൾക്കും പടച്ചോൻ നോമ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അല്ലാഹു നോമ്പ് നിശ്ചയിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. ഇന്ന് ഒരു റമളാൻ കൊണ്ട് നമുക്ക് തഖ്വ നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, തഖ്വ എന്നാൽ കേവലം പ്രകടനപരതയല്ല. ഞാൻ അത്യാവശ്യം നോമ്പ് നോൽക്കുന്നവനും നമസ്കരിക്കുന്നവനുമാണ് എന്ന് ഈ ഇരിക്കുന്ന ആരെ ബോധ്യപ്പെടുത്തിയാലും എനിക്ക് പ്രത്യേകിച്ച് ദുനിയാവിൽ നിങ്ങളെ പരിഗണന കിട്ടുന്നല്ലാതെ റബ്ബിന്റെ അടുത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. നാളെ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ചേർത്ത് കടത്തുമ്പോ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എനിക്ക് എളുപ്പമാക്കണമെങ്കിൽ എന്റെ തഖ്വ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രകടിപ്പിക്കണം. എന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്കത് പ്രകടിപ്പിക്കാനും ആ പ്രകടനയോടുകൂടി എന്റെ നാഥനെ തൃപ്തിപ്പെടുത്താനും സാധിക്കണം. പക്ഷെ ഇന്ന് പലർക്കും തഖ്വയില്ലാത്തത് മനുഷ്യന്റെ ഹൃദയത്തിലാ. നമ്മളൊക്കെ ചിലരെ പറ്റി പറയാറില്ലേ, ആള് നല്ല ഡീസന്റാ, നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാകും, നോമ്പ് നോൽക്കാനുണ്ടാകും, സംഘടനാ പ്രവർത്തനത്തിനുണ്ടാകും, ഇസ്ലാഹി ദഅവത്തിനുണ്ടാകും, ഖുർആൻ അങ്ങനെ ഓതുന്നതും കാണാം. പക്ഷേ നാവ് മോശ, പകയുള്ള മനസ്സ, പെറുപ്പുള്ള മനസ്സ, ഈഗോയുള്ള മനസ്സ, തമ്മ് പിണങ്ങിയ മനസ്സ. എത്രയെത്ര മനസ്സുകളാ പക, വെറുപ്പ്, വിദ്വേഷം, അഹന്ത, അഹങ്കാരം, പൊങ്ങച്ചം, പുച്ഛം, ഏഷണി, പരദൂഷണം, കുതന്ത്രം, കുത്തുവാക്ക്, ഇതൊക്കെ മനസ്സ് കൊണ്ടടക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് അല്ലാതെ അള്ളാഹുവിന്റെ സപ്പോർട്ട് ഉണ്ടാവൂല.
അതുകൊണ്ട് ആ ബനൂ ഇസ്രായേലിൽപ്പെട്ട തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഒരു കുട്ടിയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു കുട്ടിയെ ഉമ്മ ഗർഭം ധരിച്ച് പ്രസവിച്ച് ആ കുട്ടിയെ തൊട്ടിലിൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ തൊട്ടിലിന്റെ അരികിലൂടെ കണ്ടാൽ സുമുഖനായ, ആരും പരിഗണിക്കുന്ന നല്ലൊരു വ്യക്തി അങ്ങനെ നടന്നുപോയി. ആ ഉമ്മ പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ കുഞ്ഞിനെ നീ ഇയാളെ പോലെയാക്കണം. ഉടനെ ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി തിരിച്ചു പറഞ്ഞു, റബ്ബേ എന്നെ അയാളെ പോലെയാക്കരുത്. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 3 കുട്ടികളിൽ ഒന്ന് ഈ കുട്ടിയാ. ഒന്ന് ഈസാ നബി, രണ്ടാമത്തേത് ജുറൈജ് എന്ന ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി ആ പെണ്ണ് പ്രസവിച്ചപ്പോ സംസാരിച്ച കുട്ടി, മൂന്നാമത്തെ കുട്ടി ഈ തൊട്ടിലിൽ കിടന്ന കുട്ടിയാ. ആ കുട്ടി ഉമ്മാന്റെ മുഖത്തു നോക്കി തന്നെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എന്നെ ഇയാളെ പോലെയാക്കരുത്. വീണ്ടും ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം പാവപ്പെട്ട ഒരു സ്ത്രീ ആ ഒരു തൊട്ടിലിന്റെ അരികിലൂടെ നടന്നുപോയി. ആ പെണ്ണിനെ നോക്കിയിട്ട് ആ ഉമ്മ പറഞ്ഞു, റബ്ബേ ഈ പെണ്ണിനെ പോലെ എന്റെ കുട്ടീനാക്കരുത്. ആ കുട്ടി തൊട്ടിലിൽ നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചു, റബ്ബേ എന്നെ ഇവരെ പോലെയാക്കിയാൽ മതി. പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ വ്യക്തിക്ക് നാട്ടിലെ പവറേ ഉള്ളൂ, കുടുംബത്തിലെ പവറേ ഉള്ളൂ, സമൂഹത്തിലും കൂട്ടുകാരിലുമുള്ള പവറേ ഉള്ളൂ. മനസ്സുകൊണ്ടേറെ മലിനമായവൻ, എല്ലാ തോന്നിവാസങ്ങളും ഹൃദയത്തിലുള്ളവൻ, കുടുംബം മുറിച്ചവൻ, പൈസക്കൊതിയുള്ളവൻ, ആർത്തിയുള്ളവൻ, നേരും നെറിയും നോക്കാത്തവൻ, നാവുകൊണ്ട് പച്ചയിറച്ചി തിന്നുന്നോൻ, ഊഹങ്ങളും പരദൂഷണങ്ങളും ജീവിക്കുന്നോൻ, കണ്ണുകൊണ്ട് തോന്നിവാസം കാണുന്നോൻ, ബ്ലൂ ഫിലിമിന് അഡിക്റ്റ് ആയവൻ, ഇങ്ങനെ തോന്നിവാസത്തിന്റെ നിറകുടമാണെങ്കിലും പുറമെ കാണാൻ നല്ല ഭംഗിയും ജനങ്ങൾക്കിടയിൽ സൽപ്പേരുമുള്ള ആ വ്യക്തിയെ ചൂണ്ടിയിട്ടാണ് ആ കുട്ടി പറഞ്ഞത്, റബ്ബേ എന്നെ അയാളെ പോലെയാക്കരുത് കേട്ടോ. രണ്ടാമത്തത് കാണാൻ അത്ര പവറില്ലാത്തൊരു സാധു സ്ത്രീ, പക്ഷേ ഹൃദയം കൊണ്ട് റബ്ബിനെ മാത്രം വിശ്വസിക്കുകയും ആ റബ്ബിന്റെ മാർഗത്തിൽ ദിക്റുകളും ദുആകളുമായി ജീവിക്കുന്ന ആ സഹോദരിയെ ചൂണ്ടിയ ആ ഉമ്മ പറഞ്ഞത്, ഇതുപോലെയാക്കരുത് എന്റെ കുഞ്ഞിനെ. ആ കുഞ്ഞു പറഞ്ഞു, ഇതുപോലെയാക്കണം. അഥവാ റബ്ബിന്റെ അരികിൽ ഒരു മനുഷ്യനെ അല്ലാഹു തആല പരിഗണിക്കുന്നത് അവന്റെ ഹൃദയം എത്ര അവൻ പരിശുദ്ധമാക്കിയോ ആ പരിശുദ്ധതക്കനുസരിച്ചിട്ടായിരിക്കും. ഒരു ഹൃദയത്തെ റബ്ബിന്റെ അരികിലേക്ക് എത്ര നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമോ ആ ചേർത്ത് നിർത്തുന്നതിനനുസരിച്ച അള്ളാഹുവിന്റെ അടുത്ത് വില. ഞാൻ പലപ്പോഴും തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട്, ഒരിക്കലൊരു ചെറുപ്പക്കാരനെ ചെന്ന് പള്ളിയുടെ പിൻഭാഗത്ത് ജമാഅത്തിന് വന്നു നിൽക്കുമ്പോ പറഞ്ഞു, ഒന്നാമത്തെ സഫിലേക്കൊക്കെ ഒന്ന് വന്നിക്കണം, ഒന്നാമത്തെ സഫിനൊക്കെ വലിയ കൂലിണ്ട് എന്ന്. ആ ചെറുപ്പക്കാരൻ തിരിച്ചെന്നിട്ട് പറഞ്ഞു, ഒന്നാമത്തെ സഫിലെ ആൾക്കാരങ്ങളൊന്ന് പറഞ്ഞിരി. എന്നാൽ ഇന്ന മൊയ്തി മോനെ കൊണ്ട് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിച്ചതാ. രണ്ടാമത്തത് അബൂബക്കർ സ്വന്തം സ്ഥാപനത്തിൽ പലിശയും അതോടൊപ്പമുള്ള ആ കൈക്കൂലിയും വാങ്ങി കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ അരി വരെ മറച്ചു വിറ്റ് സ്കൂൾ നടത്തുന്നവനാണ്. മൂന്നാമത്തത് ഇന്ന വ്യക്തി നാട്ടിലോന്റെ കാർണോരിയായിട്ട് സ്വത്തിന്റെ പേരിലുള്ള തല്ലിപ്പോഴും തീർന്നിട്ടില്ല, നാള് പൊരേന്ന് അടി കഴിഞ്ഞതാ. എന്നിട്ട് ഓരോരുത്തരെയും എണ്ണിച്ചുണ്ടിട്ട് അയാൾ ചോദിച്ചു, ഒന്നാമത്തെ സഫാണോ പടച്ചോൻ ഇഷ്ടപ്പെടാനുള്ള കാരണം? ആത്മാർത്ഥതയോടെ ഒന്നാമത്തെ സഫിന്റെ കൂലി എനിക്കെന്റെ റബ്ബിന്റെ അടുത്ത് ചോദിച്ചു വാങ്ങണമെങ്കിൽ എന്റെ ബാക്കിയുള്ള സ്വഭാവങ്ങൾ നന്നാവണം എന്ന് ചിന്തിക്കാത്തൊരു വ്യക്തിയുടെ ഒന്നാമത്തെ സഫിനോ പട്ടിണി കിടക്കലിനോ അള്ളാന്റെ അടുത്ത് കൂലില്ല. മറിച്ച് അള്ളാഹുവിന്റെ മനസ്സോടുകൂടി റബ്ബിനെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാവലാണ് ദൈവസ്മരണ എന്നുള്ളത്. ആ ദൈവസ്മരണയാണ് തഖ്വ. ആ ദൈവസ്മരണ ഒരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം സ്മരിച്ച് ആ അള്ളാഹുവിന് ഇന്ന സ്മരണയുണ്ടെന്ന് വിശ്വസിച്ചാ പോരാ. ഫദ്കുറൂനി, റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നെ സ്മരിക്കുമ്പോൾ മാത്രമേ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കൂ. നിങ്ങൾ എന്നെ ഓർക്കണം, റബ്ബായ എന്നെ നിങ്ങൾ അംഗീകരിക്കണം. എനിക്ക് പകരം നിങ്ങൾ മറ്റൊരാളെ നേരെയും പോകാൻ പാടില്ല. ഞാനാണ് സൃഷ്ടാവെന്ന് നിങ്ങൾ അംഗീകരിക്കണം. എന്റെ വായുവാണ് നിങ്ങൾ ശ്വസിക്കുന്നതെന്ന് ഓർക്കണം. എന്റെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം. ഞാൻ തന്ന നിയമത്തുകളും ഞാൻ ഒരുക്കുന്ന വിഭവങ്ങളുമേ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിക്കണം. ആ ചിന്തയാണ് റബ്ബിനെ പറ്റിയുള്ള സ്മരണ. എങ്കിൽ ആ ചിന്തക്ക് പകരം റബ്ബിന് സമന്മാരുണ്ടെന്നും റബ്ബിനെ പോലെ കിട്ടുമെന്നും റബ്ബിനെ പോലെ മക്കളെ തരുമെന്നും റബ്ബിനെ പോലെ പ്രശ്നം പരിഹരിക്കുമെന്നും മറ്റൊരാളെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസത്തോടുകൂടി ഏതെങ്കിലും റബ്ബല്ലാത്തൊരു മാർഗത്തിൽ നിങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന പാതകമാണെന്നും റബ്ബിന്റെ മാർഗത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു നല്ല വിശ്വാസിയായി അള്ളാഹു പരിഗണിക്കുകയില്ല.
അതുകൊണ്ടാ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് ലോകത്ത് എക്കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നതും ഏകനായ റബ്ബിന്റെ അരികിലേക്ക് ഹൃദയം ചേർത്ത് നിൽക്കണം. മക്കളെ കിട്ടാൻ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് മുൻകാലഘട്ടത്തിൽ മരിച്ചുപോയ അമ്പിയാക്കളോടല്ല, ഏതെങ്കിലും ഔലിയാക്കളോടല്ല. തന്റെ കുഞ്ഞിനു വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് മുൻകാലഘട്ടത്തിലെ ഏതെങ്കിലും പ്രവാചകന്മാരോടല്ല. തന്റെ സൂക്കേട് മാറാൻ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് ഏതെങ്കിലും മുൻകാലഘട്ടത്തിലെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അല്ല. എന്തിന്? ബദർ എന്ന രണാങ്കണത്തിൽ 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോ പോലും ആ ലോകത്തിന്റെ പ്രവാചകൻ അന്റെ ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ മണലിലേക്ക് വെച്ച് 2 കൈയും നീട്ടി പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, എന്റെ റബ്ബേ നീ എന്നെ സഹായിക്കണമേ എന്നാണെങ്കിൽ, എക്കാലഘട്ടത്തിലും റബ്ബ് നമ്മളെ സ്മരിക്കണമെങ്കിൽ, റബ്ബിന്റെ പരിഗണനയിൽ നമ്മൾ പെടണമെങ്കിൽ റബ്ബിനെ മാത്രം അംഗീകരിക്കണം. ഇന്നത് നഷ്ടപ്പെടുത്താനാ പലരും മുസ്ലിം സമുദായത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇല്ലാത്ത കള്ളക്കറാമത്ത് കഥകൾ പാടിപ്പുകയറ്റി മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തുന്ന ഏതൊക്കെ കഥകൾ നമ്മൾ കേട്ടു. ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് ചിറ്റടിമീത്തലെ CM മക്കാമ മടവൂര് പറമ്പിലിറക്കി ആ ഫ്ലൈറ്റിനെ ഉപദേശിച്ചു വിട്ട ശൈഖുനാന്റെ കറാമത്ത്. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടി ഒന്ന് ഗുണദോഷിച്ചു വിട്ട ശൈഖുനാന്റെ കറാമത്ത്. 18 കൊല്ലമായിട്ടും കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതായപ്പോ ആ ശൈഖുനാന്റെ വീട്ടിക്ക് കയറി ചെല്ലുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കാല് ശൈഖുന വലിച്ചൂരി എടുത്തു കൊടുത്തപ്പം 9 മാസം ഗർഭിണിയായ പെണ്ണിന്റെ കറാമത്ത്. ഇപ്പോ ലേറ്റസ്റ്റ് മോഡൽ പസഫിക് സമുദ്രത്തിലൂടെ ഹജ്ജിന് പോകുന്ന സമയത്ത് കപ്പലിന്റെ എഞ്ചിൻ കേടുവന്നപ്പോ അന്ന് രാത്രി 100 കുത്തുബിയത്ത് CM മക്കാലിമിലെ ഔലിയന്റെ പേരിൽ നേർച്ച ചെയ്തപ്പോഴേക്കും നട്ടപ്പാതിര നേരത്തതാ പസഫിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വടിയും കുത്തിപ്പിടിച്ചു വന്നൊരാൾ എഞ്ചിന് 2 തട്ട് തട്ടി, കപ്പിത്താന്റെ പുറത്ത് 2 തട്ട് തട്ടി, ഇനി അങ്ങ് ഓടിക്കോളെന്ന് പറഞ്ഞപ്പോഴേക്കും കപ്പല് ധൃതിയിൽ പോയി എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന കെട്ടുകഥകളിലൂടെ പടച്ച റബ്ബിനെ പരിഹസിക്കുന്ന ഒരു വിശ്വാസം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് അനുവദനീയമല്ല. എന്തിനേറെ ഇപ്പോഴും പറയുന്ന ചില വാക്കുകൾ എല്ലാ ചൊവ്വാഴ്ചയും അങ്ങ് CM മക്കാമിന്റെ അരികിലുള്ള പറമ്പിലേക്ക് നബിമാരോടൊപ്പം കഞ്ഞി കുടിക്കാൻ വരാറുണ്ടെന്ന് പോലും വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു വിശ്വാസി എക്കാലഘട്ടത്തിലും അവന്റെ ഹൃദയത്തെ നാഥന്റെ മാർഗത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തേണ്ടത് ഫദ്കുറൂനി അദ്കുറുക്കും, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എന്റെ റബ്ബാണ് വലിയവൻ, എന്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചവൻ എന്ന ചിന്തയാണ് ഏതൊരു റമദാനിൽ ഒരുങ്ങുന്ന സമയത്തും നമ്മളെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ട ചിന്ത. കാരണം ആ റബ്ബേ പാപങ്ങൾ ഏറ്റെടുക്കൂ. ചെയ്തു പോകുന്ന ഏത് പാപങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ പറയാൻ നമുക്ക് അവകാശമുണ്ട്. ശിർക്കല്ലാത്തതെന്തും അല്ലാഹു തആല പൊറുക്കുകയും ചെയ്യും. മിഅ്റാജിന്റെ രാവെന്നും പറഞ്ഞ് റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ മിഅ്റാജിന്റെ രാവിൽ എന്ത് സംഭവിച്ചു എന്നൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ആ മിഅ്റാജിന്റെ രാവിൽ അള്ളാഹു കൊടുത്ത ഒരു കൈവിൽപ്പെട്ടത് ഒരു വാക്കിങ്ങനെയായിരുന്നു: പ്രവാചകരെ, എന്റെ അടിമ എന്ത് തെറ്റ് ചെയ്താലും ഞാനത് അവർക്ക് പുറത്തു കൊടുക്കും, ഇല്ല ശിർക്ക്, റബ്ബിൽ പങ്കു ചേർക്കുന്നതൊഴികെ, റബ്ബിൽ പങ്കു ചേർക്കുന്നതൊഴികെ. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത 3 കാര്യങ്ങളിൽ ഒന്ന് 5 വക്ത് നമസ്കാരം. അതിനുശേഷം റബ്ബ് പറഞ്ഞതാ, മുഹമ്മദേ, എന്റെ ഉമ്മത്ത് എന്ത് പാപങ്ങൾ ചെയ്താലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. എത്ര വരെ? ഫഇൻ സനാ, അവര് വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും, വഇൻ ശരിബൽ ഖംറ, അവര് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിലും, വഇൻ സറക, അവര് അന്യന്റേത് മോഷ്ടിച്ച് കൊള്ള ലാഭമെടുത്ത് കുത്തിപ്പറിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, ഇല്ല ശിർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതൊഴികെ. അതുകൊണ്ട് എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനോട് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും ലാ തുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. റമളാനിന്റെ 27ാമത്തെ രാവിൽ പോലും പടച്ച റബ്ബിന്റെ ബർക്കത്തിറങ്ങുന്ന പള്ളികളിൽ നിന്ന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്യുന്ന വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കുന്നവർക്കോട് പോലും എക്കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞു, പാപമാ, തെറ്റാ. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പോലും മരണം കൺമുൻപിൽ കണ്ട സമയത്ത് സഹാബത്തിന് കൊടുക്കുന്ന ഉപദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാ. എന്തിനാ മക്ക വിട്ട് റസൂലുള്ള നാടുവിടേണ്ടി വന്നത്? മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല, മക്കയിൽ ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലല്ല, മക്കയിലെ അധികാര തർക്കത്തിന്റെ പേരിൽ
കൊല്ലപ്പെടും എന്ന ഭയപ്പാടിന്റെ പേരിലല്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ലാത്തയുടെ കബറിങ്കൽ പോകരുതെന്നും ഉസ്സ എന്ന മരത്തെ പൂജിക്കരുതെന്നും മനാത്തെ എന്ന കൽബിംബത്തെ നിങ്ങൾ സമീപിക്കരുതെന്നും പറഞ്ഞതിന്റെ പേരിലാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത്. മദീനയിൽ നിന്ന് മക്ക വിജയിച്ചടക്കി തിരിച്ചു മക്കയിലേക്ക് കാലുകുത്തുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് സഹാബത്തിന്. ആദ്യത്തെ കൽപ്പന, ഭരണമേറ്റെടുത്ത മക്ക വിജയിച്ചടക്കിയ അന്ന് മക്കയിൽ കാലുകുത്തുന്ന അള്ളാഹുവിന്റെ ഹബീബ് ആദ്യമായി കൊടുക്കുന്ന ഒരു കൽപ്പന എന്താന്ന് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു ഇന്ന് കേരളക്കരയിലെ കുബൂരി ഖബർ വ്യവസായത്തെ തച്ചൊടച്ചു കളയാൻ. വ്യക്തിവിരോധമോ സംഘടനാ വിരോധമോ ആരോടെങ്കിലുമുള്ള ഏതെങ്കിലും പ്രിയക്കുറവോ അല്ല. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും പോകുമ്പോ ആളിക്കത്തുന്ന തീജ്വാലകളിലേക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ഉണ്ടാവരുത് എന്ന ആത്മാർത്ഥമായ മനസ്സുകൊണ്ട് മാത്രം പറയുകയാ. മരണം കൺമുൻപിൽ കണ്ട അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മടിയിൽ തലവെച്ച് സഹാബത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്തിന്റെ പേരിൽ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരവരുടെ അമ്പിയാക്കളുടെ കബറിങ്കൽ കെട്ടിപ്പൊക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ മക്കയിൽ കാലുകുത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ളൊരു ഇരുമ്പിന്റെ പാര മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലി, ഒരാളുടെ നെരിയാണിക്ക് മേലെ പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ കബറും വിട്ടേക്കരുത്. അടിച്ചു നിരപ്പാക്കണം അലി, അടിച്ചു നിരപ്പാക്കണം അലി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അന്ന് അടിച്ചു നിരപ്പാക്കിയതാ മക്കയിലുള്ള, അല്ലെങ്കിൽ മക്ക എന്ന രാജ്യത്തുള്ള സർവ്വ കബറുകളും. ഇന്നും ഒരു കബർ അവിടെ പൊങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇന്നും ഒരൊറ്റ കബർ കെട്ടിപ്പൊക്കാൻ സമ്മതിച്ചങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇനി ആ പ്രവാചകനും അനുയായികളും കേരളത്തിലാ വന്നതെങ്കിലോ അജ്മീരും നാഗൂരും മുത്തുപ്പേട്ടയും ഉള്ളാളും തുടങ്ങി കേരളത്തിന്റെ മമ്പുറം CM മക്കാം ഇന്ന് വേണ്ട നിരവധി കബറുകളിലേക്ക് പാപമാ ആ തൗഹീദ് എന്ന വിശ്വാസത്തിലേക്ക് കലർപ്പാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ അത് തെറ്റാണെന്ന് പറയുന്നവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലാനും ചീത്ത വിളിക്കാനും ഒരു ഉമ്മത്ത് തയ്യാറാകുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മളെ പാപങ്ങൾ റബ്ബ് പൊറുക്കണമെങ്കിൽ തൗഹീദ് ഒന്ന് ഉറക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അല്ലാഹുവിനെ ഒന്ന് അറിയണം. ആരാ പടച്ചോന്നറിയണം. ആ റബ്ബ് എന്താ നൽകുന്നത് എന്നറിയണം. ആ റബ്ബിൽ എങ്ങനെയാ വിശ്വസിക്കേണ്ടത് എന്നറിയണം. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറയുന്നുണ്ട്, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. മരിക്കുന്നത് മുഹമ്മദായ ഞാനാണെങ്കിൽ പോലും എന്റെ ഖബർ നിങ്ങൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. എന്റെ ഖബറിനെ ഒരാഘോഷ സ്ഥലമാക്കി മാറ്റാൻ പാടില്ല. ഇത് പറഞ്ഞു വഫാത്തായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാ നമ്മളെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, അഹ്ലൻ റമളാൻ, റമളാനിനെ പ്രതീക്ഷിക്കുമ്പോൾ ആദ്യം ഒന്ന് തെളിക്കേണ്ടതും ഒന്ന് വൃത്തിയാക്കേണ്ടതും അവനാന്റെ തഖ്വയാ. എന്റെ റബ്ബിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ഒരു മനസ്സ്, ഒരു കലർപ്പില്ലാത്ത തൗഹീദ്. ആ തൗഹീദ് നെഞ്ചിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് സമയത്ത് പടച്ചോൻ വിളിച്ചാലും, ഏത് അപകടത്തിൽ കിടന്നു മരിച്ചാലും, ഏത് ബസിന്റെ ഉള്ളിൽ കുടുങ്ങിയാലും, ഏത് വാഹനത്തിന്റെ ഉള്ളിൽ ഇടുങ്ങി തെറിച്ചാലും തൗഹീദ് നെഞ്ചിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സമാധാനത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. റബ്ബിന്റെ മുൻപിൽ സംതൃപ്തിയോടെ നിൽക്കാനും പറ്റും. ആ റബ്ബിന്റെ മുൻപിൽ പറയുന്ന പാപങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ ചെയ്തു പോയ അനവധി നിരവധി പാപങ്ങൾ റബ്ബിന്റെ മുൻപിൽ പറയേണ്ട ദിവസമാണ് പരിശുദ്ധ റമളാൻ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കറകളാൽ മനസ്സ് മലിനമായി പോയവരെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. ഹൃദയം തുറന്ന് റബ്ബിനോട് പറയണം ചെയ്തു പോയ പാപങ്ങൾ ഏതും. ഇന്ന് പൊതുവെ മുസ്ലിം സമുദായത്തിന്, അതുപോലെ എല്ലാ ദൈവവിശ്വാസികൾക്കുള്ള ഒരു കുഴപ്പമെന്താന്ന് ചോദിച്ചാ, ഇങ്ങോട്ട് കിട്ടാനുള്ളതേ പലരും പടച്ചോനോട് ചോദിക്കുന്നുള്ളൂ. പടച്ചോനെ നല്ലൊരു ജോലി, പടച്ചോനെ മക്കളെ വിദ്യാഭ്യാസം, പടച്ചോനെ ഒരു വീടുണ്ടാക്കണം, ഒരു വാഹനം വാങ്ങണം, പടച്ചോനെ സൂക്കേട് ഉണ്ടാവരുത്, ഉള്ള സൂക്കേട് മാറണം, ഇത്രേ പറയുന്നുള്ളൂ പലരും. പക്ഷേ റബ്ബിനോട് പറയണം, നാദാ നീ തന്ന ജീവിതവുമായിട്ട് ജീവിക്കുമ്പോ ഞാൻ ചെയ്തു പോയ പാപങ്ങളുണ്ട് റബ്ബേ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊള്ളുകൊണ്ടും പറയും അള്ളാന്റെ മുൻപിൽ സാക്ഷി പറയുന്ന ഒരുപാട് പാപങ്ങള്. ആ പാപങ്ങളൊന്ന് പൊറുക്കണം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങള്, ഞാൻ അറിയാതെ ചെയ്തു പോയ കുറ്റങ്ങള്,
അറിഞ്ഞു ചെയ്ത പാപങ്ങള്, ഇതൊക്കെ എനിക്ക് പൊറുത്തരണേ റബ്ബേ എന്ന് ഹൃദയം തുറന്ന് റബ്ബിനോട് പാശ്ചാത്തപിക്കേണ്ട ദിവസമാ റമദാൻ. മാതാപിതാക്കളെ ദ്രോഹിച്ച മക്കളുണ്ടോ? മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചവരുണ്ടോ? റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ മുൻപിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ സമീപിക്കണം. എങ്കിലേ നമ്മുടെ ഹൃദയത്തിൽ ഭംഗിയാവൂ, ഹൃദയത്തിന് തെളിമയുണ്ടാകൂ. ആ ഹൃദയത്തിന്റെ തെളിമ പോലും അള്ളാഹു പഠിപ്പിക്കുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിനൊരു സമാധാനം വേണമെങ്കിൽ എനിക്ക് എന്റെ റബ്ബുണ്ടെന്ന വിശ്വാസത്തിൽ ആ റബ്ബിനെ സ്മരിച്ച് അള്ളാഹുവിന്റെ കലാമുകൾ ഓതി നാഥന്റെ മുൻപിൽ ഹൃദയം തുറന്നൊന്ന് ജീവിച്ചു നോക്കൂ മനുഷ്യരെ. ലോകത്തൊരു കള്ളിനും ഒരു മദ്യത്തിനും ഒരു മദിരാശിക്കും ഒരു പെണ്ണിനും ഒരു യൂട്യൂബിനും തരാനാവാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തിന് തരാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹൃദയം റബ്ബിലേക്ക് ചേർത്ത് വെച്ച് വിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിന്റെ ആളുകളാവുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അവിടെയും ആരും പഠിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനിനെ പോലും വേണ്ട രീതിയിൽ പലരും ഉപയോഗിക്കുന്നില്ല. ഓരോ ആയത്തിന്റെ പിന്നിലുള്ള നിർവചനങ്ങള്. അതുകൊണ്ടാണല്ലോ ചിലരിപ്പോ പറയാൻ തുടങ്ങുന്നതും ഖുർആനൊന്നും അത്ര വേണ്ട എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ മനസ്സുകൾ മാറാൻ തുടങ്ങി. ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളും പഠിക്കാനും അത് മനസ്സിലാക്കാനും അതൊന്ന് ഓതി വായിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഈ പരിശുദ്ധ റമദാനിനെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെ മനസ്സിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കൂ. ഞാൻ പറയാറുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് എപ്പ ഇറങ്ങി എന്ന് ചോദിച്ച പലരും പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ ആയത്ത് ഇറങ്ങിയത് റസൂലുള്ളാഹിക്കെതിരാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇറങ്ങാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് ഒരു തെറ്റുപറ്റി എന്നേ ചിലർക്ക് പെട്ടെന്നുള്ളൂ. അബസ വത്തവല്ല, നീ മുഖം ചുളിച്ച് പിന്മാറി നബിയെ, അത് ശരിയായില്ല എന്ന് സൂറത്തുൽ അബസ. ആ അബസ എന്ന ആയത്തിനെ പറ്റി എന്താ നമ്മളെ വിവരം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയലെന്താ, റസൂലുള്ളാഹിക്ക് ഒരു തെറ്റുപറ്റി, പടച്ചോൻ അത് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ആ ആയത്തിന്റെ പിന്നിൽ വലിയൊരു ചരിത്രം അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നുണ്ട്. കണ്ണു കാണാത്ത അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കരിക്കാൻ പോകുമ്പോ പ്രവാചകന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, അല്ലിംനി യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ നല്ല നല്ല കാര്യങ്ങൾ ഒന്ന് എനിക്കും പറഞ്ഞു താ റസൂലേ. പ്രമാണിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാന്റെ നേരെ ഒന്ന് നോക്കി, പ്രമാണിമാരെ ഒന്ന് നോക്കി. എന്നിട്ട് മനസ്സിലൊന്ന് ചിന്തിച്ചു, അബ്ദുള്ള എന്തായാലും ഇസ്ലാമിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഈ പ്രമാണിമാരാവട്ടെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അവരുടെക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് ആ പ്രമാണിമാരെ നേരെ തന്നെ തിരിഞ്ഞു. വീണ്ടും രണ്ടാമത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വിളിച്ചു, അല്ലിംനി റസൂലേ, എനിക്കൊന്ന് പഠിപ്പിച്ചേരി. 3 തവണ വിളിച്ചിട്ടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാതായപ്പോ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പള്ളിയിലേക്ക് അങ്ങ് നടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ നസലൽ അമീനു മലക്കു ജിബ്രീൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അബസ വതവല്ല, റസൂലേ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ മുഖം ചുളിച്ചത് തെറ്റായിപ്പോയി. അൻജാഹുൽ അഅമ, ഒരു അന്ധൻ നിങ്ങൾ അരികിൽ വന്നപ്പം നിങ്ങൾ ആ മുഖം ചുളിച്ചത് ശരിയായില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുളിച്ചല് മുഖത്തില്ല. റസൂലുള്ള മുഖം കൊണ്ട് ആംഗ്യം പോലും കാണിച്ചിട്ടില്ല. അബ്ദുല്ലാനെ ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടം റസൂലുള്ളാന്റെ മുഖത്തില്ല. എവിടെ ഉണ്ടായത്? മനസ്സില്. ആ മനസ്സ് കണ്ടിട്ടാ റബ്ബ് പറഞ്ഞത്, റസൂലേ നിങ്ങളെ മനസ്സിൽ ആ തൂക്കി നോക്കിയ നോട്ടണ്ടല്ലോ, അബ്ദുള്ളയോ മുന്തിയത് പൈസക്കാരോ മുന്തിയത് എന്നുള്ള ആ തൂക്കല്, അത് നിങ്ങളെ മനസ്സിൽ ആ നോക്കിയ നോട്ടം ശരിയായില്ലട്ടോ. ആ ആയത്തിന്റെ നിർവചനത്തിൽ നിന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി, ഒരാൾ മനസ്സ് കൊണ്ടടക്കുന്ന തെറ്റുമതി പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ. എനിക്ക് ഈ വ്യക്തി കൂട്ടത്തിൽ ആരോടെങ്കിലും മനസ്സിലുള്ള ഒരു പക മതി അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ. ഇന്ന് ചിലർ പറയാറില്ലേ, എന്റെ മനസ്സിലുണ്ട്, ഞാൻ വിട്ടിട്ടില്ല. ആ പക മതി പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ. അതുള്ളിൽ വെച്ച് ചിരിക്കുന്ന ചിരിക്ക് പോലും അള്ളാന്റെ അടുത്ത് കുറ്റ. അതുള്ളിൽ വെച്ച് പെരുമാറുന്ന പെരുമാറ്റത്തിന് പോലും പടച്ചോന്റെ അടുത്ത് കുറ്റ. ആ മനസ്സും വെച്ച് ജീവിക്കുന്ന ഓരോ സെക്കൻഡും പടച്ചോന്റെ അടുത്ത് കുറ്റ. ഇങ്ങനെയാണല്ലോ ഓരോ ആയത്തും. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ നേരെ പടച്ചോൻ ആയത്തിറക്കി. അബൂലഹബിന് അള്ളാഹു ശപിച്ചിറക്കിയതാ എന്ന ആയത്ത് എല്ലാവർക്കും അറിയാം. ഇറങ്ങാൻ കാരണങ്ങളുണ്ട്. അബൂത്വാലിബിന്റെ തായ്വരയിൽ അള്ളാഹുവിന്റെ റസൂലുള്ള കുടുംബക്കാരെ വിളിച്ചുകൂട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാത്ത എന്ന കബറുകൾ നിരപ്പാക്കണം, ഉസ്സ എന്ന മരത്തെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് നിന്നത് അബൂലഹബ.
കാരണം അബൂലഹബ് അന്ന് കഅബാലയത്തിന്റെ പൂജാരി. കഅബാലയം പരിപാലിക്കുന്നതും കഅബാലയത്തിലേക്ക് വരുന്ന യാത്രക്കാരായ കച്ചവടക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ബിംബങ്ങൾക്ക് നേർച്ച കൊടുത്ത് അവിടെ ചില ആരാധനകളും ചില കൺകെട്ട് വിദ്യകളും നടത്തുന്ന അന്നത്തെ കഅബാലയത്തിന്റെ പൂജാരി അബൂലഹബ്. അതുകൊണ്ട് തന്നെ അബൂലഹബിനറിയാം മുഹമ്മദ് പറഞ്ഞ ഏകദൈവ വിശ്വാസം വന്നാൽ ആദ്യന്റെ ബിംബങ്ങൾ ഉടക്കേണ്ടി വരും. അതുകൊണ്ട് അബൂലഹബ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതും തബ്ബല്ലക് യാ മുഹമ്മദ്, മുഹമ്മദേ ഈ നശിച്ചു. ആ വാക്ക് കേട്ടപ്പോ റസൂലുള്ളാഹ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹ്ക്ക് നേരെ ഒരു എതിർപ്പ് വരുന്നത്. ആ സങ്കടം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തി ഖദീജ ബീവിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെങ്ങനെ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്ന സമയത്താ അള്ളാഹുവിന്റെ ജിബ്രീൽ വന്ന് പറയുന്നത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്, റസൂലേ അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, ഓൻ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ആയത്ത് കേട്ട റസൂലുള്ളാന്റെ സഹാബാക്കളിൽപ്പെട്ട ചിലര്, പ്രവാചകനിൽ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ വേഗം ആ വിവരം അബൂലഹബിനെ അറിയിച്ചു. അബൂലഹബേ, മുഹമ്മദിന് അള്ളാന്റെ ആയത്ത് വന്നിട്ടുണ്ട്, എന്നെ നശിപ്പിക്കും, നാശം തുടങ്ങിയിട്ടുണ്ട് ആ ആയത്ത്. ഇത് കേട്ട അബൂലഹബ് വേഗം തിരിച്ചു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനോട് ചെന്ന് പറയുക, അവനേക്കാളും പൈസ എന്റേലുള്ളത്, മുഹമ്മദിന്റെ കുടുംബക്കാരും എന്റെ കൂടെയാ നിൽക്കുക. മുഹമ്മദിന്റെ കുടുംബബലവും പണബലവും എനിക്കായതുകൊണ്ട് അത് രണ്ടും ഉപയോഗിച്ച് മുഹമ്മദിനെ ഞാൻ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കും. അബൂലഹബിന്റെ വാക്കും കേട്ട് തിരിച്ചത് പറയാൻ പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ജിബ്രീൽ രണ്ടാമത്തെ ആയത്ത് ഓതിക്കൊടുത്തു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. റസൂലേ, അബൂലഹബ് പറയുന്ന അവന്റെ പണമോ അവന്റെ കുടുംബക്കാരോ അവൻ ഉപകാരപ്പെടൂല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അബൂലഹബിന്റെ വാക്ക് പറയുന്നതിന്റെ മുൻപേ അബൂലഹബ് പ്രയോഗിച്ച അതേ രണ്ട് പ്രയോഗം, അബൂലഹബിന്റെ പണമോ അബൂലഹബിന്റെ കുടുംബമോ അബൂലഹബിന് ഉപകാരപ്പെടൂല നബിയേ എന്ന ആയത്ത് അവതരിക്കപ്പെട്ടതോടുകൂടി പിന്നെ അബൂലഹബ് റസൂലുള്ളാന്റെ നേരെ നിന്നിട്ടില്ല. ഒരു വാക്ക് റസൂലുള്ളാനെ പറ്റി പറഞ്ഞിട്ടില്ല. മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വരാൻ അബൂലഹബ് പിന്നെ പേടിച്ചതാ, വന്നിട്ടില്ല. 10 കൊല്ലങ്ങൾക്കപ്പുറം അബൂലഹബ് സൂക്കേട് ബാധിച്ച് മരിക്കുന്നത് വരെ പിന്നീട് അബൂലഹബ് ഒരിക്കൽ പോലും പ്രവാചകനെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഒരു യുദ്ധത്തിന് പോയിട്ടില്ല, ഒരു കച്ചവടത്തിന് പോലും പോകാൻ പേടിച്ചു. അതുകൊണ്ടാ ബദർ യുദ്ധത്തിന് വന്നിട്ടില്ല. ആ യുദ്ധക്കളത്തിൽ കൊല ചെയ്യപ്പെട്ടവരിൽ അബൂലഹബില്ല. കാരണം അബൂലഹബിന് പേടി തോന്നി. ആയത്ത് രണ്ടാമത്തും വന്നു, അതും ഞാൻ മനസ്സ് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം അവിടെ എത്തുന്നതിന്റെ മുൻപ് അതേ വിഷയം അള്ളാഹ് ആയത്താക്കി പറഞ്ഞല്ലോ എന്ന ഭയം അബൂലഹബിന്. അതുകൊണ്ടാ പിന്നീട് അബൂലഹബിന്റെ ആ ബേജാറും സങ്കടവും കണ്ട് അബൂലഹബിന്റെ ഭാര്യ അബൂലഹബിന്റെ ആ ജീവിതത്തെ കണ്ട് ബേജാറായപ്പോ റസൂലുള്ളാനെ പറ്റി പിന്നെ കുറ്റങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ടാ പിന്നെ ആയത്ത് പെണ്ണിന്റെ നേരെ വംറഅതുഹു ഹമ്മാലത്തുൽ ഖതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, വിറക് കെട്ടുകാരിയെ പോലെ ഈത്തപ്പന നാര് ഈർന്നെടുക്കുന്ന പെണ്ണിനെ പോലെ സർവ്വ വീട്ടിലും ചെന്ന് പരദൂഷണം പറയുന്ന ഓന്റെ ഭാര്യയെ നശിക്കും. ഈ ആയത്തൊക്കെ പഠിക്കുമ്പോഴേ പടച്ച റബ്ബിന്റെ ഖുർആനോട് ഒരു താല്പര്യം തോന്നും. അത് പഠിക്കാൻ സമയം കണ്ടെത്തണം. പരിശുദ്ധ റമദാനിൽ ആ റമദാനിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ പോലും അള്ളാന്റെ കലാമറിയ മാസ 114 സൂറത്തുകളിലായി 6000-ൽ പരം വരുന്ന ആയത്തുകള് 10-60 കൊല്ലം പടച്ചോൻ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നിട്ടും ഒരു തവണ ഓതി തീർക്കാൻ പറ്റിയിട്ടില്ലേ? വലിയ തോൽവികളാ ഞാൻ നിങ്ങളൊക്കെ. ഒരു റമദാനിൽ ഒരു തവണയെങ്കിലും പടച്ചോന്റെ ഖുർആൻ ഓതി തീർക്കാൻ പറ്റിയെന്നില്ലേ? 280-ലധികം ആയത്തുകളുള്ള സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 10 പേജെങ്കിലും ഓതി തീർക്കാൻ പറ്റുന്നില്ലേ? പിന്നെന്ത് ധൈര്യത്തിലാ മനുഷ്യരെ പടച്ചോന്റെ ദുനിയാവിൽ ഞാനുങ്ങളും ജീവിക്കുന്നത്? എന്ത് സമാധാനത്തിലാ അള്ളാന്റെ അടുത്തേക്ക് പോകാൻ ആലോചിക്കുന്നത്? അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ആ ഹൃദയത്തെ നന്നാക്കാൻ അള്ളാഹുവിന്റെ ഖുർആനോളം നല്ല മരുന്നില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. പരിശുദ്ധ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെയാ. അല്ലാതെ കുറെ ഭക്ഷണം വെച്ച് തിന്നിട്ടും കുറെ വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടും കുറെ പട്ടിണി കടന്നിട്ടും പടച്ചോൻ ആ പട്ടിണി കടന്നവന്റെ വയറിന്റെ കായലും വായിന്റെ മണമൊന്നും കേൾക്കാനുള്ള ആവേശം കൊണ്ടല്ല. അവന്റെ ഓരോ സെക്കൻഡുകളും അവൻ അള്ളാനെ സമീപിക്കുന്ന മനസ്സ് കാണാൻ വേണ്ടിയിട്ടാ, ഹൃദയം തുറന്ന റബ്ബിനെ സ്നേഹിക്കാൻ വേണ്ടിയാ. ഞാൻ പറയാറുണ്ട്, മനുഷ്യരെ എന്തു കുറവാ പടച്ചോൻ എനിക്കും ഇങ്ങൾക്കും തന്ന്. ഇക്കഴിഞ്ഞ ദിവസം 19 കൊല്ലം പ്രവാസ ലോകത്ത് നിന്നൊരു ചെറുപ്പക്കാരന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു എക്കിട്ട വരിക. ആ എക്കിട്ട വരുമ്പോ അങ്ങനെ കതച്ചു പോവുക. ആ വരുന്ന സമയത്ത് അവന്റെ വായിക്കൂടെ തിന്നതിന്റെ ഒരു ഓതിങ് പുറത്തു വരും.
പലരും പറഞ്ഞു അത് ദഹിക്കാത്തത് കൊണ്ടാ കുഴപ്പാണ്. നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോ ഡോക്ടർമാർ പറഞ്ഞു ചെറുകുടലിന്റെ അടുത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് ഓപ്പറേഷൻ ചെയ്തു മാറ്റണം. ചെലവ് എത്രയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 30 ലക്ഷം റുപ്യാവും. 30 ലക്ഷം റുപ്യ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അവനാന്റെ ചെറുകുടലിന്റെ ഉള്ളിൽ ഒരു ചെറിയ സുഷിരം, ഒരു രോമം പോലെ എന്തോ സാധനം ഉണ്ട്. ആ സാധനത്തുമ്പിൽ പറ്റുന്ന എന്തോ ഒരു പാളിച്ചയാണത്, ആ പരിക്കാണത്. അതൊന്ന് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ചെല്ലുന്ന ഭക്ഷണം പെട്ടെന്ന് ഇങ്ങനെ തികട്ടി വരും. അതുകൊണ്ട് അതൊന്ന് മാറ്റണേ, 30 ലക്ഷം റുപ്യ ചെലവാ. എന്നിട്ട് അദ്ദേഹം പറയാ 19 കൊല്ലത്തെ പ്രവാസ ലോകത്ത് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ചെലവാക്കി, അതിന്റെ ബാക്കി ചെലവ് വേറെയും കിടക്കുക. എന്റെ ചെറുകുടലിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ രോമത്തിന് ഇത്രക്ക് വില ഉണ്ടെങ്കിൽ എന്റെ ശരീരം മൊത്തം പടച്ചോനൊന്ന് കേടിരുത്തിയാലേ എനിക്ക് ഈ ദുനിയാവ് മതിയാവൂല, ദുനിയാവ് മൊത്തം വിറ്റാലും മതിയാവൂല. എത്ര ആശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിക്കുന്ന ഭക്ഷണം ഇത് കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴേക്കും ദഹിക്കുന്നില്ലേ? ആവശ്യമുള്ളത് വിസർജ്യത്തിലേക്ക് പോകുന്നില്ലേ? കുടിക്കുന്ന വെള്ളം മൂത്രമായിട്ട് പോകുന്നില്ലേ? ഒരു തവണ മൂത്രമൊഴിക്കാൻ പറ്റാതായി പോയാൽ മതി, ഒരു തവണ ഇരുന്നിട്ടൊന്ന് പോവാതിരുന്നാ മതി, അതോടെ തീരും പവർ. തരാനുള്ളതും നൽകാനുള്ളതും ഒക്കെ പടച്ചോൻ വാരിക്കോരി തരുമ്പോ ആ അള്ളാഹിനെ ഒന്ന് തിരിച്ചറിയാൻ, ആ പടച്ചോനെ ഒന്ന് സ്നേഹിക്കാൻ, ആ റബ്ബ് കാണിച്ചു തന്ന വഴിയൊന്ന് തെരഞ്ഞെടുക്കാൻ, ആ അള്ളാഹു ഉണ്ടാവും അവസാനം എന്ന് ലോകത്ത് സർവരും രേഖപ്പെടുത്തുന്നതാ. ഏതൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഐസിയുവിന്റെ ഉള്ളിലേക്ക് IICU ആയിട്ട് പുറത്ത് കാത്തിരിക്കുമ്പോ വാതിൽ തുറന്ന് വെപ്രാളത്തോടെ കൈത്ത് നെട്ടുന്ന കുടുംബക്കാരോട് അകത്തുള്ള ഡോക്ടർമാർ പറയലെന്താ, ഞങ്ങളെ കൊണ്ടാകുന്നത് നോക്കും, ബാക്കി ദൈവത്തിന്റെ അടുത്താങ്ങൾ ദൈവത്തിന്റെ നേരെ കൈ നീട്ടിക്കോ. ആ പടച്ചോൻ നമ്മളെ കാത്തിരിക്കുന്ന മാസ റമദാൻ നഷ്ടപ്പെടുത്തരുത്. ഒരു റമദാൻ ഒരു പക്ഷേ അവസാനത്തെ റമദാൻ ആവാം, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനത്തെ പരിശുദ്ധ റമദാനുകളൊക്കെ അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ വീടും നമ്മളുടെ ജീവിത രീതികളൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ മതിയോ? സുബഹിക്ക് മുൻപ് എഴുന്നേറ്റ് തിന്നുക, മഗ്‌രിബിന് ശേഷം തുറക്കുക, എന്നാ പിന്നെ പടച്ചോൻ അങ്ങ് സ്വീകരിക്കുന്നതാണോ? അല്ല. റമദാൻ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി ജീവിതവുമായി അല്ലാഹുവിന്റെ അരികിലേക്ക് ചെല്ലണം. ജീവിതത്തിൽ ഒരു പാപമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റണം. അവിടെ പ്രത്യേകം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. മനുഷ്യരെ, നിങ്ങളെ കുടുംബം, ആ കുടുംബ ബന്ധങ്ങളെ പറ്റി റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ആ ബന്ധം നിങ്ങൾ നന്നാക്കണം. നിങ്ങൾക്ക് അല്ലാഹ് നൽകുന്ന ഓരോ ബന്ധങ്ങളും ആ റബ്ബിന്റെ തീരുമാനമാ. കാരക്കുന്നത്തെ നന്മണ്ടയിലെ അബ്ദുറഹ്മാൻ മറ്റൊരു നാട്ടുകാരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരു രാത്രി ബന്ധപ്പെട്ടപ്പം ഉണ്ടായ മുതലല്ല ഞാൻ, എന്നെ റബ്ബ് തീരുമാനിച്ചതാ. എന്റെ വാപ്പാന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു നിസ്സാരമായിരുന്ന ഞാൻ എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിയോജിച്ച് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി പിന്നീട് പുറത്തേക്ക് വന്ന് വാപ്പാ എന്ന് വിളിക്കാൻ വാപ്പയെയും ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയെയും എന്റെ കാക്ക എന്ന് വിളിക്കാൻ കാക്കയെയും പെങ്ങളെ എന്ന് വിളിക്കാൻ പെങ്ങളെയും മൂത്താപ്പ എളാപ്പ അനിയൻ ഇങ്ങനെ സർവരെയും എനിക്ക് നിശ്ചയിച്ചു തന്നത് എന്റെ റബ്ബാ. ആ റബ്ബിന്റെ തീരുമാനമാ ഞാൻ ഏത് കുടുംബത്തിൽ, ഏത് വാപ്പാന്റെ, ഏത് കുടുംബത്തുകാരന്റെ ഭാഗാകണം. ഇത് പടച്ചോന്റെ തീരുമാന. അതല്ലേ റബ്ബ് പറയുന്നതും, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തറവാടുള്ളവനെ തറവാടില്ലാത്തവനെ, കറുത്തവനെ വെളുത്തവനെ, പണമുള്ളവരെ പണമില്ലാത്തവരെ, അയ്യുഹന്നാസ്, ഒരേ റബ്ബിന്റെ സൃഷ്ടികളായ, ഒരേ രക്തമുള്ള, ഒരേ വായു ശ്വസിക്കുന്ന, ഒരേ റബ്ബിന്റെ വെള്ളം കുടിക്കുന്ന മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങൾക്കൊക്കെ ഒരു വാപ്പയേയുള്ളൂ, നിങ്ങൾക്കൊക്കെ ഒരു ഉമ്മയേയുള്ളൂ. പണക്കാരന് 2 വാപ്പ, പണക്കാർത്തിക്ക് 2 വാപ്പ അല്ലല്ലോ. പാവപ്പെട്ടവൻ ഒരു ഉമ്മ, പാവപ്പെട്ട കറുത്തവൻ ഒരു ഉമ്മ അല്ലല്ലോ. കറുത്തവനും വെളുത്തവനും ഒരുമ്മയേയുള്ളൂ, ഒരു വാപ്പയേയുള്ളൂ. പിന്നെന്തിനാ റബ്ബ് വ്യത്യസ്ത കുടുംബങ്ങളാക്കിയത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. വ്യത്യസ്ത ഗോത്രമാക്കിയത് നിങ്ങൾ തമ്മിൽ തല്ലാനല്ല, കുടുംബത്തിന്റെ പവർ നോക്കി, കുടുംബത്തിന്റെ സമ്പത്ത്
നോക്കി നിങ്ങൾ ബന്ധങ്ങൾ തീരുമാനിക്കാനല്ല, ആളും തരവും നോക്കി ബന്ധങ്ങളെ വേർപ്പെടുത്താനോ ചേർത്ത് പിടിക്കാനോ അല്ല. ഞാൻ കക്കുയിക്കണ്ടി കുടുംബമാണെങ്കിൽ എന്റെ പെണ്ണത്തോളി ഏതോ ഒരു പാറക്ക് താഴെയുള്ള കുടുംബമാ. ഞങ്ങൾ പരസ്പരം അറിയാൻ, പരസ്പരം മനസ്സിലാക്കാൻ, രണ്ട് കുടുംബങ്ങളിൽ ഏത് തറവാടാവട്ടെ, ഏത് തറവാട് കുറഞ്ഞവനാവട്ടെ, അള്ളാഹുവിന്റെ കണ്ണിൽ മനുഷ്യനെ പടച്ചോൻ ഉത്തമനാക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ, ഇൻദല്ലാഹി അത്ഖാക്കും പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവൻ, അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവൻ, ബന്ധങ്ങൾക്ക് പടച്ചോന്റെ സ്വർഗത്തിന്റെ മഹത്വം അറിഞ്ഞ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവൻ. പക്ഷെ ഇന്നാ ബന്ധങ്ങളാ പലരും അലോഗ്യത്തിലാ. എത്ര ബന്ധങ്ങളാ തമ്മിൽ പണങ്ങി അലോഗ്യവും മനസ്സ് വേർപ്പെട്ടും ജീവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പണക്കാപ്പ സ്റ്റൈല് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. ജനിക്കുന്നതിന് മുൻപേ വാപ്പയും മരിച്ചു. യതീമായ പ്രവാചകനെ അന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് അബൂ ത്വാലിബ് എന്ന എളാപ്പന്റെ ഭാര്യ ഫാത്തിമ എന്ന പെണ്ണ. ഫാത്തിമ എന്ന പെണ്ണ് കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂലിനെ പൊന്നോല നോക്കുന്നുണ്ട്. ആ ഫാത്തിമ ബീവിന്റെ ഇളയ മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അവസാനം ഫാത്തിമ ഉമ്മ മരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തെടുത്ത് ഖബറിന്റെ അരികിൽ ചെല്ലുന്ന ഒരു രംഗണ്ട് ചരിത്രത്തില്. ഫാത്തിമ ഉശ്വാസിയായിട്ടില്ല, എന്നാലും ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഖബറിന്റെ 4 ഭാഗവും കൈകൊണ്ട് പതുക്കെ അങ്ങനെ റസൂലുള്ള തടവും. റസൂലുള്ളാന്റെ കണ്ണിങ്ങനെ നിറയും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയും, ഖബറേ നിന്റെ ഉമ്മാനെ കൂടുതൽ വേദനിപ്പിക്കരുത് ട്ടോ, നിന്റെ ഉമ്മാനെ കൂടുതൽ സങ്കടപ്പെടുത്തരുത് ട്ടോ ഖബറേ. എന്നിട്ട് മുകളിലേക്ക് കയറി കരയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കും, നബിയേ ആ ഉമ്മാനങ്ങൾ എന്തിനാ ഇത്രക്ക് സ്നേഹിച്ചത്? അള്ളാഹുവിന്റെ റസൂലുള്ള പറയും, അലിക്ക് മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ താരാട്ട് പാടുന്നതിന്റെ മുൻപ് ഫാത്തിമ ഉമ്മ എന്നെ താരാട്ട് പാടി ഉറക്കിയിട്ടുണ്ട്. അലിയെ മടിയിൽ കിടത്തുന്നതിന്റെ മുൻപ് ആ മടിയിൽ എനിക്ക് ആ ഉമ്മ സ്ഥാനം തന്നിട്ടുണ്ട്. അതൊരു ബന്ധ, രക്തബന്ധം അല്ലാതിരുന്നിട്ട് കൂടി അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ബന്ധം. ഇന്ന് അതേ പ്രവാചകന്റെ അനിയകൾക്ക് ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടന്റെ ഒക്കെ അനിയന്റെ ഓളെ കണ്ടൂടാ, അനിയന്റെ ഒക്കെ ഏട്ടന്റെ ഓളെ കണ്ടൂടാ, നാത്തൂമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ, ആങ്ങളന്റെ ഒക്കെ നാത്തൂമാരെ കണ്ണെടുത്താ കണ്ടൂടാ. ഇതൊക്കെ ഇപ്പൊ ഒരു ഫാഷനാ. എത്ര കുടുംബക്കാരാ പിണങ്ങി ജീവിക്കുന്നത്, തമ്മിൽ ലോകിയല്ലാതെ മിണ്ടാതെ. അതിന്റെ ഇടക്ക് ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്. ഈ പൊരുത്തം വാങ്ങലൊക്കെ ഇപ്പം വാട്സപ്പ് ആയതുകൊണ്ട് സുഖ, ഒരു മെസ്സേജ് ഇട്ടാ മതി. അപ്പൊ അങ്ങനെയാണല്ലോ. ഒരാൾ മരിച്ചാ പോലും ഇന്നായില്ലേ റാജീവനും പോസ്റ്റാ, ഇമോജിയാ. നല്ല ഉണ്ടോ നോക്കിയിട്ട്. നാവുകൊണ്ട് ഒരു മനുഷ്യൻ പറയണില്ല ഉണ്ടോ. ഇനി അഥവാ ഇമോജി ഇട്ടോന്റെ ഞാൻ വിചാരിച്ചോന്നില്ലെങ്കിൽ എനിക്ക് പണക്ക. എന്താ വാപ്പ മരിച്ച ഗ്രൂപ്പിൽ ഇട്ടിട്ടോ എനിക്കൊരു പേസ്റ്റ് ചെയ്തില്ല. മനസ്സ് തുറന്നിട്ട് പടച്ചോനോട് പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇനി കൊണ്ടുപോയതാ റബ്ബേ. ഇപ്പൊ അങ്ങനെയാ യാത്ര പറയുന്നോലൊക്കെ ഓരോരുത്തരും വാട്സപ്പിലിടും. ആരെയും നേരിൽ കണ്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ഹജ്ജിന് എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്താഴ്ച പുറപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം. കാടടക്കിയൊരു വെടി. നമ്മളോട് വലിയ കുഴപ്പമില്ലാത്തവനൊക്കെ അടിയിൽ ആമീനിടും. കുഴപ്പമുള്ള മിണ്ടിയില്ല. കിട്ടിയ സന്തോഷത്തിൽ ആൾക്കാർ ഹജ്ജിനും ഉംറക്കും പോവുക. ഇനി അഥവാ പിണക്കുള്ള വീട്ടിൽ തന്നെ കയറി ചെല്ലുമ്പോൾ ഫോൺ വിളിച്ചാൽ പോലും അങ്ങനെയാ. ഞാൻ പറയലുണ്ട്, മോൻ കെട്ടിയ വീട്ടുകാരോടൊക്കെ ഒരു പിണക്കുള്ളവര് നാട്ടുകാരെ പേടിച്ചിട്ട് ഒരു ഫോൺ ചെയ്തിട്ട് പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഞാള് പോവുക ഹജ്ജിന്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് വരുവേണ്ടി. ഇങ്ങനെ പകയും വെറുപ്പും മനസ്സുകൊണ്ട് കിടക്കുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ട് എന്നറിയും. മുസ്ലിം ഉമ്മത്ത് എന്നല്ല, സർവ്വ കുടുംബങ്ങളിലും വാപ്പാന്റെ കാലഘട്ടത്തിൽ മക്കളെ ചോർത്തു പിടിച്ച് ജീവിച്ചു. ഞാനൊക്കെ പറയലുണ്ട്, വാപ്പാരോട് വേണ്ട എന്ന അർത്ഥത്തിലല്ലോ. വാപ്പാര് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് പറയും, മൂത്തോനെ വിളിച്ചിട്ട് പറയും, ഈ അപ്പറമ്പിൽ ഉണ്ടാക്കിക്കോ പോരാ, ഇളയോൻ അവിടെ ഉണ്ടാക്കട്ടെ, രണ്ടാമത്തോൻ മൂന്നാമത്തോൻ അവിടെ ഉണ്ടാക്കട്ടെ, പെങ്ങള് വേണേ ഇവിടെ ഉണ്ടാക്കട്ടെ. വാപ്പാന്റെ ഒരു സ്വപ്നം എന്താന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാരും ഒരുമിച്ച് നിൽക്കണം എന്നാണ്. വാപ്പാനെ മണ്ണുക്ക് വെച്ച് തിരിച്ചു പോന്ന് വീതം വെച്ച് ഏട്ടൻ പറഞ്ഞു, ആ പറമ്പ് എനിക്ക് ഇങ്ങോട്ടാക്കി കിട്ടാനുള്ളതാ. അനിയൻ പറഞ്ഞു, വാപ്പ നിന്നോട് പറഞ്ഞതാ. ഇപ്പൊ ആ 4 പുരന്റെ ഇടയിലും മതില, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലില്ല. വാപ്പ ഉദ്ദേശിച്ച ലക്ഷ്യം പോലും നടന്നിട്ടില്ല. ഇങ്ങനെയാ പല കുടുംബങ്ങളും. മരിച്ചോയ വാപ്പാന്റെ മുതലിന്റെ പേര് തമ്മിത്തല്ലുന്നോല്, ദുനിയാവിൽ ചെറിയ ചെറിയ കാരണങ്ങൾ ഇങ്ങനെ മനസ്സിൽ പകയാക്കി മനസ്സ് കുണ്ടടന്ന് ദേഷ്യം കാണിക്കുന്നവര്. അങ്ങനെ കുടുംബ ബന്ധം മുറിച്ച ആൾക്കാരുടെ ഒരമല് പോലും പടച്ചോൻ സ്വീകരിക്കൂലെന്നാ. ദുനിയാവിൽ പവറിന്റെയും പത്രാസിന്റെയും പേരിലാ കുടുംബം മുറിക്കുന്നതെങ്കിൽ
നമുക്ക് പൊരുത്തപ്പെടാനും നന്നാവാനും പറ്റുന്ന ലോകം ദുനിയാവ് മാത്രാട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചോന്റെ മക്കളെ പോയി ആശ്വസിപ്പിക്കലും പള്ളിക്ക് 100 സിമന്റ് കൊടുക്കലും ഒന്നും ഭംഗിയല്ല. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കയറി ചെല്ലണം, ജീവിച്ചിരിക്കുമ്പോ ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിളിക്കണം. ഒന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ച നമ്മളെ മനസ്സിലൊരു തണുപ്പ് വീഴുന്ന സുഖങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും മനസ്സിന് മനസമാധാനം നഷ്ടപ്പെട്ട് എന്തുകൊണ്ടാ? അളിയനായിട്ട് കുറച്ച് പണക്കുണ്ട്, അത് മാറണേപ്പ എന്താ ഈ അളിയനുമായിട്ട് നന്നാവുക, പെങ്ങളുമായിട്ട് നന്നാവുക. അപ്പൊ ചിലര് പറയും നമ്മളോടാ പ്രശ്നം, ഞാൻ അങ്ങോട്ട് നന്നാവാൻ നോക്കി കുറെ, പക്ഷെ ഓക്കേശം വാശിയ അല്ലെ ഓനേശം വാശിയ, അത് അവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു പരീക്ഷണാണ്. ചിലരങ്ങനെ ഉണ്ട്, ദേഷ്യം വാശിയും പകയും മനസ്സ് കൊണ്ടടക്കുന്നവര്. ഓൽ അതുകൊണ്ടേ ജീവിക്കൂ. അത് കണ്ടിട്ട് നമ്മൾ ബേജാറാവണ്ട, നമ്മൾ നമ്മളെ ഭാഗം ശരിയാക്കിയാൽ മതി. നമുക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കുക, തിരിച്ചു പ്രതികാരം ചെയ്യാൻ സമയം കിട്ടുമ്പം പ്രതികാരം ചെയ്യാതിരിക്കുക. കാരണം വമല്ലാഹു ബിഗാഫിലിൻ, കണക്ക് വെക്കേണ്ടിയ പടച്ചോനാ. നമ്മൾ അതിന് കണക്ക് വെക്കാൻ നിന്നാൽ പടച്ചോന്റെ കണ്ണിൽ നമ്മൾ തുല്യരായി പോവും. നമ്മളെ പരസ്യമായിട്ട് സങ്കടപ്പെടുത്തിയോനുണ്ടാകും, പറ്റിച്ചോനുണ്ടാകും, നമ്മളെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കി പോയോനുണ്ടാവും. പക്ഷെ അവനോട് മനസ്സ് പക കൊണ്ടിടന്നാലേ നമ്മളെ മനസ്സ് ഇങ്ങനെ വെറുകയുള്ളൂ, സങ്കടപ്പെടുകയുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ എങ്ങ് ഏൽപ്പിച്ചു കൊടുക്കി, പടച്ചോൻ കൊടുക്കട്ടെ. പറ്റിച്ചോൽക്കൊന്നും പടച്ചോൻ ശാശ്വതാക്കി കൊടുത്തിട്ടില്ല, വഞ്ചിച്ചോൽക്കൊന്നും പടച്ചോൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ചിലര് ചോദിക്കും, അങ്ങനെ പറ്റിച്ചുണ്ടോയിട്ടൊക്കെ എപ്പോഴും റാഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ചെയ്ത തെറ്റിന്റെ പേരിൽ പിറ്റേന്ന് തന്നെ പടച്ചോൻ പിടിക്കണമെങ്കിൽ ഞാനും നിങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല. പടച്ചോൻ നീട്ടിവെച്ചതാ, ഗതികെട്ടൊരു സമയം വരും. അന്നോ പറ്റിച്ചുണ്ടാക്കിയ മാത്രമല്ല അള്ള കൊണ്ടുപോവുക, ഓന്റെ ഹക്കും കൂടിയും പടച്ചോൻ കൊണ്ടുപോകും. ഓൻ ഉപകാരപ്പെടാണ്ടായി പോവും. ഇമാം ഗസാലി പറഞ്ഞല്ലോ, ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, എനിക്ക് മതിയാവുന്ന അത്രയും ഉണ്ടാക്കിക്കോ. അവസാനം നിന്റെ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി, ഒരു കുറ്റിക്ക് വേണ്ടി 10,000 എണ്ണിക്കൊടുക്കുമ്പോ ഒരു കാലത്തൊന്നും കിട്ടാതെ വലിച്ച ശ്വാസത്തിന്റെ വില എന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ പടച്ചോൻ ആ മുതലിനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും. അതാണ് അല്ലാഹു തആല തരുന്നൊരു വാക്ക്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പരസ്പരം ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം. ഭാര്യമാരോട് പറയണം, ഞങ്ങൾ നാട്ടിലില്ലെങ്കിൽ ഈ ഒന്ന് ചെല്ലണം, എന്റെ സലാം ഈ അങ്ങ് പറഞ്ഞേക്കണം. ഓൽ എന്നോട് എന്ത് ചെയ്താലും ഈ സബൂറാക്കി ഇങ്ങ് തിരിച്ചു പോരണം. കാരണം നന്നാവാൻ ചെന്നിട്ടും തിരിച്ച് കൊലവിളി നടത്തുന്നത് അത് അവരുടെ മനസ്സിന്റെ വൈകല്യ, അത് അവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു പരീക്ഷണ. എത്ര നന്നാവാൻ നോക്കിയിട്ടും തിരിച്ച് നന്നാവാതെ ഉള്ള കുറ്റം പറഞ്ഞിട്ട് വെറുപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മളെ ബേജാറാക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ഉദാഹരണമായിട്ട് ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുക, അയാൾ എന്റെ നെഗറ്റീവ് എന്നെയാ പറയുന്നത്, അയാൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്നെയാ സംസാരിക്കുന്നത്, ഞാൻ എന്ത് നല്ല ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾ എന്നെ പറ്റി പരാതി എന്നെയാ പറയുന്നത്. അത് അയാൾക്ക് പടച്ചോൻ കൊടുത്തൊരു പരീക്ഷണ, ആ വൃത്തിയട്ട മനസ്സ്. അങ്ങനെ അങ്ങ് ചിന്തിച്ചാ പിന്നെ അയാളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല, അങ്ങനെ അങ്ങ് കരുതിയാ മതി. ഇനി പകരം അയാൾ പറഞ്ഞതിന് തിരിച്ചു പറയുകയും അവര് പറഞ്ഞതിന് തിരിച്ചു ചെയ്യുകയും ചെയ്താലുണ്ടല്ലോ, പടച്ചോന്റെ മുൻപിൽ നമ്മൾ രണ്ടു കൂട്ടരും തുല്യരാ. അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും ബന്ധം മുറിച്ചവൻ ലാ യദ്ഖുലുൽ ജന്ന, പടച്ചോന്റെ സ്വർഗത്ത് കയറൂല. ഒരു താക്കീതാണ്. അതുകൊണ്ട് ഈ റമദാനൊക്കെ വരുമ്പോ ഏതെങ്കിലും ബന്ധങ്ങൾക്ക് വലിയ പോരായ്മ ഉണ്ടെങ്കിൽ, കാരണം മരിച്ചിട്ട് പടച്ചോന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ടത് ഈ ബന്ധങ്ങൾ മുറിഞ്ഞ് പടച്ചോനെ കണ്ടുമുട്ടേണ്ട അവസ്ഥ വരില്ല. അതുകൊണ്ടാണല്ലോ മദീന പള്ളിയിൽ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് തലേന്ന് ശനിയാഴ്ച നേരം വെളുത്ത് മദീന പള്ളിയിൽ വന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ചരിത്രം അല്ലേ. മേലനങ്ങാൻ പറ്റാതെ തളർന്ന് ഈത്തപ്പന ഓലയിൽ കിടക്കുന്ന പ്രവാചകന്റെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് അല്പം ആശ്വാസം കിട്ടിയെന്ന് കണ്ടപ്പം റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ ഇനി ഒന്ന് മദീനത്തെ പള്ളി കൊണ്ടുപോകണം. അലി ഇബ്നു അബീ ത്വാലിബും കഅബ് ഇബ്നു മാലിക്കും വന്ന് റസൂലുള്ളാഹിനെ അങ്ങനെ തോളിലെടുത്തു. അള്ളാഹുവിന്റെ റസൂലിനെ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നുന്ന ആയിഷ ബീവി കരഞ്ഞു എന്നാ നമ്മളെ ഉമ്മ റളിയല്ലാഹു അൻഹ. എന്തിനാ ഉമ്മ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ചൂണ്ടിക്കാണിച്ചു, തളർന്നു പോയ അള്ളാന്റെ ഹബീബിന്റെ കാലുകൾ മദീനത്തെ മണലിലൂടെ അങ്ങനെ വലിച്ചയക്കേണ്ടി വന്നു. അത്രക്ക് തളർന്നു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി കയറിയപ്പം സഹാബത്ത് പള്ളിയിലേക്ക് ഇടിച്ചു കയറി. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സഹാബാക്കള് മിമ്പറിന്റെ പടിയിലിരുന്ന് റസൂലുള്ള തലകുനിച്ച് പെരടി കാണിച്ചിട്ട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊരു വെറുപ്പ് പോയി വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സിലൊരു പകയോ ദേഷ്യമോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ പെരടിക്ക് തല്ലിയാ തീരുമെങ്കിൽ എന്റെ പെരടിക്ക് വന്ന് പ്രതികാരം ചെയ്യാം, എന്നെ വന്ന് എന്തും അഭിമാനത്തിന് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ട്, റസൂലേ അങ്ങനെ ഉണ്ടോ നബിയെ? അള്ളാഹുവിന്റെ റസൂലുള്ള പറയും, ഉമറേ, പടച്ചോന്റെ മഹ്ശറയിൽ നിൽക്കുമ്പോ
അല്ലാഹു തആല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി വിചാരണ ചെയ്യുന്നതിന് മുൻപ് ഇന്നെ നിർത്തിയിട്ട് പടച്ചോൻ ചോദിക്കും, മുഹമ്മദിന്റെ സ്വഭാവം കൊണ്ട്, ദേഷ്യം കൊണ്ട്, പക കൊണ്ട്, മുഹമ്മദിന്റെ വാശി കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്റെ നേരെ എഴുന്നേറ്റ് നിന്ന അള്ളാഹു പറയും, എന്റെ നിസ്കാരവും നോമ്പൊക്കെ അവിടെ കട്ടെ, നിങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ട് വാ, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് വാ. കൈമലർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഉമറെ ഞാൻ പൊരുത്തപ്പെടിക്കുക? എങ്ങനെയാ ഞാൻ ഒരാളോടിന്റെ പരാതി പറയാ? എങ്ങനെയാ ഞാൻ ഓനോടിന്റെ പാപം അല്ലെങ്കിൽ എനിക്ക് പൊരുത്തം തരണമെന്ന് പറയാ? അതുകൊണ്ടാ സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോഴേ നന്നാവാൻ പറ്റൂ. മരിക്കുന്ന തൊട്ട് മുൻപ് സെക്കൻഡ് വരെ സമയമുണ്ട്. നാളെ ഒരു മയ്യത്ത് സ്കരിച്ച് ബേക്കിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പറയാം നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെന്താ ഒരു കുഴപ്പം? കാരണം ഒരു എന്തോ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ ഒരു 4 മാസമായി വലിയ മുണ്ടാട്ടൊന്നുമില്ല. ബാക്കിയെല്ലാം അയാൾ ക്ലിയറാണ്. ബാക്കി ഒരു പ്രശ്നം അയാളെ പറ്റി നാട്ടുകാർക്ക് പറയാനില്ല. എന്തോ ഒരു കടമുറിന്റെ പേരിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. മല്ലുമിറ്റിക്കാരെന്നോ ചർച്ച ചെയ്യാൻ പോയപ്പോ ഉപ്പര് പറഞ്ഞു, അതങ്ങനെക്കട്ടെ, നിങ്ങൾ പയ്യിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആരും അതിന് മെനക്കെട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് അറ്റാക്ക് വന്നു പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ കുഴപ്പം മതി എന്റെ നിങ്ങളെയും പരലോകത്ത് വലിയ സങ്കടമായി മാറാൻ. ഈ ദുനിയാവ് എപ്പോഴാ തീരാന്നൊന്നും പറയാൻ പറ്റൂല. ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹര ബന്ധമായിരുന്നു നമ്മൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരുപക്ഷെ എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ അത് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ ചതിക്കല്ലേ നമ്മൾ നമ്മളെ മാതാപിതാക്കളെ? ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പം കഷ്ടപ്പെടുമ്പം നിങ്ങൾക്കൊരു സ്വപ്നല്ലേ നിങ്ങളെ മക്കൾക്ക് വേണ്ടിന്ന്? നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നതും നാട് വിട്ട് ജീവിക്കുന്നതും നിങ്ങളെ മക്കൾക്ക് വേണ്ടിയാന്ന് ഉറപ്പിച്ചു പറയൂലേ? ആ ഉറപ്പിച്ചു പറയുന്ന നിങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷ എന്താ? നാളെ മക്കൾ നിങ്ങൾക്കൊരു സമാധാനാവുന്നല്ലേ? ആ സമാധാനം നിങ്ങളെ കൊണ്ട് നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയിട്ടില്ലേ? ചതിക്കല്ലേ നമ്മൾ നമ്മളെ വാപ്പനെയും ഇമ്മനെയും? 4-5 മക്കളെ പോറ്റി വലുതാക്കിയിട്ടും ഒരു മക്കളിൽ നിന്നെങ്കിലും വാപ്പാക്ക് അങ്ങനെ ഉണ്ടാവും. 4 എണ്ണം നോക്കണമെന്നൊന്നും ഒരു വാപ്പാർക്ക് ഉണ്ടാവില്ല, ഒരുത്തനെങ്കിലും. പക്ഷെ മക്കൾക്ക് കണക്കുണ്ടാവും, 4 ആളും നോക്കണം. ഞാൻ നോക്കുകയാണെ പെങ്ങളും നോക്കണം, ഞാൻ നോക്കുകയാണെ കാക്കയും നോക്കണം. അത് നമ്മളെ കുടുസ് മനസ്സാ. വാപ്പയമ്മയും കരുതുന്നതേ ഒരാളെങ്കിലും നോക്കിയാ മതിയെന്ന, ഒരാളെങ്കിലും നോക്കിയാ മതിയെന്ന അല്ലേ? പലപ്പോഴും പല വാപ്പാരും പറയലുണ്ട്, മരിച്ചോ എന്ന സമയത്ത് വാപ്പ മോന്റെ കൈ പിടിച്ചിട്ട് പറയാ, മക്കളെ ഉപ്പ ഇതുവരെ ജീവിച്ചത് ഉമ്മാന്റെ ബലത്തിലാ, ഇനി ആ ഉമ്മാനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക കേട്ടോ. ഒരു വാപ്പാന്റെ സമാധാനാണ്. അവനാന്റെ വീട്ടിലുള്ള ഉമ്മാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സമാധാനം. കാരണം ആ ഇമ്മ യത്തീമാന്ന് വാപ്പക്കറിയാ, നോക്കാൻ ഇനി ആളില്ലാന്നറിയാ, ഓക്കെ ഇനി തിരിച്ചു പോയാൽ ഓളെ വാപ്പ ഇമ്മ ഇല്ലാന്നറിയാ. അങ്ങനെയല്ലേ എന്റെ ഇങ്ങളെയും വാപ്പയൊക്കെ വീട്ടിലുള്ളത്? എന്റെ ഉമ്മാക്ക് ഇപ്പൊ പോകാൻ വീടില്ല, എന്റെ വാപ്പാക്ക് പോകാൻ വീടില്ല, അവർക്ക് വാപ്പയിമ്മയില്ല. പിന്നെ അവസാനം നോക്കാനുള്ള പ്രതീക്ഷ ആരാ? മക്കളാ. ആ പ്രതീക്ഷയിൽ ആയുസ്സുള്ള കാലത്ത് അവര് ജീവിച്ച് പോറ്റി വലുതാക്കി സമ്പാദിച്ചെന്ന് എന്തിന്? ഈ കാണുന്ന തണ്ടും തടിയും പോലും ഒരു വാപ്പയമ്മയും നെഞ്ചു പിരിച്ചു നിന്ന ഫല. ആ പ്രതീക്ഷയെ ചതിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു കുടുംബം ഉണ്ടായപ്പോ, നമുക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടായപ്പോ, സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും ഇമ്മനെയൊക്കെ. അസ്സലാമു അലൈക്കും. ക്ഷമിക്കണം, ഒരു അനൗൺസ്മെൻറ്റ്. പുറത്ത് നിർത്തിയിട്ടുള്ള ഒരു ടൊയോട്ട കാർ നമ്പർ 31976 റാഫോറാണ്. ടൊയോട്ട നമ്പർ 31976. അതിൽ 2 കുട്ടികളുണ്ട്, മുതിർന്നവരാരുമില്ല. കുട്ടികൾ കരയുന്നുണ്ട്. ആരെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. മറ്റൊരു സംഗതി, ഒരു വണ്ടി അടുത്തുള്ള വില്ലയുടെ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. നമ്പർ, അതും ടൊയോട്ട വണ്ടിയാണ്, നമ്പർ 94874 കോഡ് M. അത് ആ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി കൊടുക്കണം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മളെ ബന്ധങ്ങളാണ് നമ്മളെ അമലുകൾ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. അള്ളാഹുവിനോടുള്ള ബന്ധത്തോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളാണ് മാതാപിതാക്കൾ. ഒരുപക്ഷെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഏറ്റവും വലിയ ചോദ്യമായി അല്ലാഹു തആല ഉന്നയിക്കുന്നതും നമ്മളെ മാതാപിതാക്കളുടെ കാര്യമാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, വാപ്പന്റെയും ഉമ്മന്റെയും കാര്യത്തിൽ എന്തിനാ ഇത്രക്ക് വൈകാരികമായി സംസാരിക്കാറുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഞാനിപ്പോ ഓരോ ദിവസവും ഞാൻ എന്റേതായ അധ്വാനങ്ങൾ നടത്തുമ്പോൾ ഏതു വക്തിനും ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ പ്രാർത്ഥനയിലൊന്ന്, എന്റെ മക്കൾക്കൊക്കെ ഒരു നല്ല സ്ഥാനം
ഒരു സ്ഥാനത്തെത്തിയിട്ട് എങ്ങനെ മരിപ്പിക്കാകെ റബ്ബേന. യത്തീമല്ലെങ്കിലും ഒരു യത്തീംഖാന പോലുള്ള സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച കൂട്ടാൻ വരുന്ന അമ്മയും കൊണ്ടുപോകാൻ വരുന്ന വാപ്പനെയൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന പലരും പോവാൻ സ്ഥലമില്ലാതെ, ഒരു മാസത്തിൽ ഒരിക്കൽ പോലും പോവാൻ വീടില്ലാതെ, അവസാനം കൊല്ലത്തിലൊരിക്കലും മാത്രം വീട്ടിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന മക്കളോടും ഞാൻ പങ്കെടുക്കുന്ന സദസ്സിലും പറയാറുണ്ട്, വാപ്പയിമ്മയുള്ളൊക്കെ കാലാണ് സ്വർഗം. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരെന്ന് ചോദിക്കുമ്പോ പറയാനൊരു അഡ്രസ്സ്. ഞാനിപ്പോ ഇന്നലെയും പോലും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ, എന്റെ വീട്ടിന്റെ നികുതി എത്രയാന്ന് എനിക്കറിയൂല, സമയമാകുമ്പോഴേക്കും വാപ്പുണ്ടോ അത് അടയ്ക്കും. എന്റെ വീട്ടിൽ എന്ത് വേണം, ഞാനൊരു വീടുണ്ടാക്കുമ്പോ പോലും അതവിടെ മേൽനോട്ടം വഹിച്ചു നോക്കി നിന്ന് ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്ന് പോലും പറഞ്ഞു തരാൻ മറ്റൊരാളെക്കാളും എനിക്ക് മാർഗദർശിനിയായത് വാപ്പയാണ്. ഓരോ വാപ്പാരും നെഞ്ചി വിരിച്ചു നിന്ന ബലേ ഈ കാണുന്ന സർവ്വ മക്കളുടെയും ജീവിതത്തിലുള്ളൂ. ഒരുമ്മ പോലും സ്വപ്നം കണ്ടത് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിലാണ്. ആ വാപ്പ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ വാശിക്കാരനാകും, ഉമ്മ വാശിക്കാരാകും. ചെറുപ്പത്തിലെ വാശി വാർദ്ധക്യത്തിലും വരുന്ന വൈദ്യശാസ്ത്രം പറയുന്നതാണത്, സത്യാണത്. ചെറുപ്പത്തിൽ മക്കൾ വാശി കാണിക്കും. ചിലപ്പോൾ നമുക്ക് എടുക്കാനാവാതെ നോക്കാം, നമ്മളെ മക്കളെ നമ്മൾ നിലത്ത് വെച്ചിട്ട് പറയും ഇനി അങ്ങ് നടന്നോന്ന്. നമ്മൾ പെണ്ണുങ്ങളൊപ്പനം കുറെ മുന്നോട്ട് നടന്നാലും ഒരടി നടക്കാണ്ട് ആ ചെറിയോൻ അവിടെ തന്നെ ഉണ്ടാവും. അവസാനം നമ്മൾ തോറ്റ് തിരിച്ചു വന്ന് ആ കുഞ്ഞനെടുത്തിട്ട് തിരിച്ചു നടക്കും. നമ്മൾ പറയും ഓൻ്റെ ഒരു വല്ലാത്ത വാശിട്ടോന്ന്. ഓനത് വാശിയല്ല, ഓന് പേടിയാ. നിങ്ങൾ അവനെ ഉപേക്ഷിക്കോ എന്നുള്ള പേടി. അതുകൊണ്ട് ഒരടി നടക്കാൻ ഓന് പേടിയാ. നിങ്ങളെ കൈമേൽ ഓന്റെ കൈ ഉണ്ടാവണം എന്നുള്ള ഒരു സന്തോഷാണ് അവിടെ നടക്കാൻ പോലും പ്രേരിപ്പിക്കാതെ നിങ്ങളെ തോളത്തിരിക്കാനുള്ള കാരണം. ഇതേ പേടിയാ വാപ്പാർക്കുമാർക്കും വയസ്സാകുമ്പോ ഉണ്ടാകുക. നിങ്ങൾ കളയോ എന്നുള്ള പേടി. ആ പേടി വരുമ്പോഴാ ചിലര് വാശിക്കാരാകുന്നത്. ആ പേടി വരുമ്പോഴാ ചില വാപ്പയമ്മയും ചില സമയത്തൊക്കെ വല്ലാണ്ട് വൈകാരികമായി പോകുന്നു. സ്നേഹക്കുറവുകൊണ്ടല്ല, മക്കളുടെ ഇടയിൽ ഞങ്ങൾ ഒന്നിനും അല്ലാണ്ടായി പോകുമെന്ന്. 10-60 കൊല്ലം മക്കൾക്ക് വേണ്ടി ജീവിതം ബാക്കി വെച്ചിട്ടും പിന്നെ 10-20 കൊല്ലം ഏകാന്തതയും സങ്കടവും മാത്ര കൂട്ടത്തിലുള്ളതെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ നമ്മളെ വാപ്പനെ പറ്റി? വാപ്പാക്കുള്ള വിഷമങ്ങളൊന്നും വാപ്പ പറയുന്നത് ഉമ്മാനോടാ, ഉമ്മ പറയുന്നത് വാപ്പാനോടാ. അതുകൊണ്ട് നമ്മളെ വീടുകളിലൊക്കെ പടച്ചോന്റെ ബർക്കത്തിറങ്ങുന്നത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. വാപ്പന്റെ ഇമ്മന്റെ ഒക്കെ ഒരു ബർക്കത്തോണ്ടാ താങ്ങി നിർത്തപ്പെടുന്നത്. എല്ലാ രംഗത്തും, ഏത് രംഗത്തും ആ ഉമ്മാക്കും വാപ്പാക്കും ഒരു മനസ്സിന് സമാധാനം ഉണ്ടാക്കി യാത്രയാക്കിയാലുള്ളൊരു സ്വസ്ഥത എന്താന്ന് ചോദിച്ചാ പിന്നെ മരിക്കുന്നവരെ നമുക്കൊരു ബേജാറുണ്ടാവൂല. ഇന്ന് ചില മക്കൾ പറയുന്ന അതാ, എന്റെ കച്ചവടം പൊളിഞ്ഞു ഉസ്താദേ, പക്ഷേ എന്റെ വാപ്പനെയും ഇമ്മനെയും നോക്കാത്തതിന്റെ പേരിലാണ് എനിക്കത് പറ്റിയെന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പില്ല. എന്താ, ഞാൻ അത്രക്ക് ഭംഗിയിലാ വാപ്പനെയും ഇമ്മനെയും നോക്കി, പക്ഷെ എന്റെ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഓനൊരാശ്വാസം. ഇനി സൂക്കേടുള്ളവരും പറയും എനിക്ക് ഈ സൂക്കേട് വരാൻ കാരണം എന്റെ വാപ്പയുമ്മയും അല്ല, കാരണം എന്റെ കൈമന്ന് സന്തോഷത്തോടെ പോയോല എന്റെ വാപ്പയുമ്മയും. എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ളിൽ ബേജാറുണ്ട് എടുക്കുന്ന മക്കളുണ്ട്. എന്തിന്റെ പേരില്? പടച്ചോനെ, ഇത് വാപ്പന്റെയും എന്റെയും കുരുത്തക്കേടാണോ എന്നുള്ള ബേജാറ്. ആ ബേജാർ ഇന്നെങ്ങളെയും വിട്ടുപോകുക മണ്ണുക്ക് വെക്കുമ്പോഴാ. ആരെ? ഇന്നെങ്ങളെയും. അക്കാലം വരെ ഇനി ആയുസ്സുള്ളപ്പോ ഒന്ന് പോയി കൈപിടിക്കാൻ പോലും വാപ്പയുമ്മയും ജീവനോടല്ലെങ്കിൽ പിന്നെ ഓലെ കബർ പുറത്ത് പോയിട്ട് അങ്ങോട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാ ഇപ്പൊ ആ മാർഗത്തിൽ. ഇപ്പൊ അങ്ങനെ ഞാൻ പറയാറുണ്ട്, ബാപ്പ അമ്മ സ്നേഹമൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയാ. മാതൃദിനത്തിന്റെ അന്നൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ഉമ്മാന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. സ്നേഹത്തിന്റെ, കരുതലിന്റെ, കാരുണ്യത്തിന്റെ, വയറിന്റെ, 9 മാസത്തിന്റെ ഒരു 100 ലൈക്കും 150 ഷെയറും കിട്ടിയ ഓ ഹാപ്പിയായി. അമ്മാനെ പോയി നോക്കിയിട്ട് ഒരു കൊല്ലായി ഉണ്ടാവും. ഇതേപോലെ തന്നെ എല്ലാ രംഗത്തുള്ള ബന്ധങ്ങള്, വാപ്പാന്റെ ബന്ധങ്ങള്. വാപ്പ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാ അറിയോ? വാപ്പ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഏതാ? ഉമ്മ കാണിക്കുന്ന ഡോക്ടർ ഏതാ? ഉമ്മാന്റെ റിസൾട്ടില് ഡോക്ടർ എഴുതിയതെന്താ? ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മക്കള്? മരിച്ചമ്മാനെ നോക്കിയിട്ട് വാപ്പനോട് പറഞ്ഞില്ലേ ഡോക്ടർ ഞാൻ പറഞ്ഞതല്ലേ ആ മക്കളെ അറിയിക്കണം, ഒന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന്? വാപ്പ പറഞ്ഞു മക്കളെ എന്നെ തരുന്നതിന് കണക്ക് അറിയാമോ ഡോക്ടറെ, ഇനിയിപ്പോ ദൂടി പറഞ്ഞിട്ട് ഞാളെ ആ പൊരേന്ന് പുറത്താക്കണ്ടെന്ന് കരുതിയിട്ടാ. പള്ളു ഇളയോന്റെ പൊരയില, ഓൻ എങ്ങനെയോ നോക്കിയാട്, ഓനും കൂടി ഒഴിവാക്കിയാ പിന്നെ പോവാൻ പൊരല്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു വാപ്പന്റെ ഇമ്മന്റെയും മക്കളാണെങ്കിലേ നിങ്ങൾ കൊട്ടാരുണ്ടാക്കാൻ മത്സരിച്ചോളി, സ്വൈര്യം പടച്ചോൻ തരൂല. അത് അള്ളാഹു പറഞ്ഞ വാക്കാ, ദുനിയാവ് പടച്ചോൻ തരുന്നതാണ്. ഹുക്കൂക്കൽ ഉമ്മഹാത്ത്, ഖബറിൽ പോലും പടച്ചോൻ ഒരു സ്വൈര്യം തരൂല. ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരത
വാപ്പാക്കൊന്നും കൈമൽ 5 പൈസ അല്ലെങ്കിൽ ആദ്യം വാപ്പാനൊക്കെ ഒന്ന് പരിഗണിക്കണം. വാപ്പാന്റെ മുതൽമേൽ കൊട്ടാരുണ്ടാക്കിയോല പലരും. ഉള്ള പറമ്പ് നോക്കിയിട്ട് വാപ്പ പറഞ്ഞ് അവിടെ ഉണ്ടാക്കിക്കോ പോരാന്ന്. ആ വീട്ടിൽ ആകെ ഉണ്ടാകുന്ന 5-8 തെങ്ങ് ഓന്റെ പറമ്പിലാ പെട്ട് 3 അനിയന്റെ പറമ്പിൽ, 2 അനിയന്റെ പറമ്പിൽ. അവസാനം വാപ്പ തറവാട്ടിൽ പൊലിഞ്ഞു വീഴാനായ പുരയിലിരിക്കുക. ചെലവിന് എവിടുന്ന ഓന്റെ പറമ്പിൽ ഓൻ തേങ്ങൽപ്പിക്കും, മറ്റോന്റെ പറമ്പിൽ ഓൻ തേങ്ങൽപ്പിക്കും, ഓന്റെ പറമ്പിൽ ഓൻ തേങ്ങൽപ്പിക്കും. ഒരു 5 നയാ പൈസ വാപ്പാന്റെ കൈമലില്ല. കോടികൾ ഉണ്ടാക്കാനൊന്നുമല്ല. ഒന്ന് പള്ളിക്ക് വരുമ്പോൾ പേരക്കുട്ടിക്ക് കൈമൽ ഒരു മുട്ടായി വാങ്ങി കൊടുക്കാൻ പോലും ഒരു 5 പൈസന്റെ ഗതിയില്ലാണ്ട് ഒരു കാലത്ത് രാജാക്കന്മാരെ പോലെ ജീവിച്ചവരായിരുന്നു മാതാപിതാക്കള്. ഉമ്മുള്ള കാലത്ത് നമ്മൾ ധനികരാ, ഉമ്മുള്ള കാലത്ത് നമ്മൾ ശക്തരുവാ. കാരണം ഉമ്മുള്ളപ്പം മരിക്കാൻ പറ്റിയാലുണ്ടല്ലോ, ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ട് സ്വർഗായിരിക്കും. കാരണം ഒരു ഉമ്മാന്റെ പ്രാർത്ഥന പഠിച്ചോൻ തള്ളൂല, ഒരു ഉമ്മാന്റെ ശാപവും പഠിച്ചോൻ തള്ളൂല. ജീവിച്ചിരിക്കുന്ന കാലത്ത് പല മക്കളെയും ശക്തരായി കൊണ്ടെടുക്കുന്നതേ തന്റെ 95-ാമത്തെ വയസ്സിലും തന്റെ 78 വയസ്സുള്ള ബീരാൻകുട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മ പറയാ, പഠിച്ചോനെ ബീരാനെങ്ങി ദീർഘായുസ് കൊടുക്കണേ എന്ന്. ആ വാപ്പനെയും ഇവനെയും മനസ്സിലാക്കാത്ത കോടികൾ ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രാജകീയ ജീവിതം നയിച്ചിട്ട് എന്താ കാര്യം? ഞാൻ കുറ്റം പറയല്ലോ. ആകപ്പോ മുസ്ലിം ഉമ്മത്തില് ശറയ്യായ മതൊക്കെ ചിലർ പഠിക്കുന്നത് പെണ്ണുങ്ങൾ ഗൾഫ് കൊണ്ടുപോകുന്നതിലും അനന്തര സ്വത്തിൽ ആംഗ്ലമാർക്ക് കിട്ടുന്നതിലും ഒക്കെയാ. അതേ ഉള്ളൂ ശറയ്യായ. വാപ്പനെമ്മിനെ നാട്ടിൽ ഒറ്റക്കിട്ടിട്ടോ ഗൾഫിക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരും. അവനോട് നാട്ടുകാർ വെച്ച് പള്ളി കമ്മിറ്റിക്കാർ അതെന്താ അങ്ങനെ? 4 മാസത്തിലധികം പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൽപ്പന ഉണ്ട്. അപ്പൊ വാപ്പനെമ്മിനെയും പിരിഞ്ഞിരിക്കാനോ? ഒരു രാത്രി പിരിഞ്ഞിരിക്കാൻ വന്ന സ്വഹാബിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, തിരിച്ചു പോ, വാപ്പനെമ്മിനെയും നോക്കിയാൽ മതി, ഇനി ഹിജ്റക്കും വരണ്ട ജിഹാദിനും വരണ്ട. അങ്ങനെയാണല്ലോ ഇപ്പൊ ശറയ്യായ മതവിധിയൊക്കെ നമുക്ക് താല്പര്യമുള്ളതിൽ മാത്ര. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വാപ്പാന്റെ സ്വത്ത് ആർക്കൊക്കെ പോവും? ആ വാപ്പ മരിച്ചാൽ വാപ്പാന്റെ അനിയന് പോകും, ഏട്ടന് പോകും. കാരണം എന്താ? ആ വാപ്പാക്ക് ആകെ 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളോ ഉള്ളത്. പെൺമക്കൾ മാത്രാണെങ്കിൽ സ്വത്ത് വാപ്പാന്റെ ഏട്ടനും അനിയനും പോകും. അത് ശറ, അത് മാത്രമേ ചിലർക്ക് അറിയൂ. അതുകൊണ്ട് തന്നെ മരിച്ച കാക്കാന്റെ സ്വത്ത് വാങ്ങിയേക്കാൻ എന്തോ ഒരു ആവേശ. പെൺകുട്ടികളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒലിയാരോട് പറയും, ശറ നിയമപ്രകാരം ഞങ്ങൾക്കുള്ള ഇപ്പൊ എത്രയാ ഉണ്ടാകുക, അത് നിങ്ങൾ മാറ്റിക്കാൾ വേണ്ടി. എന്തിനാപ്പ ആങ്ങളൊക്കെ ഏട്ടനും അനിയനും ശറയിൽ നിയമം വെച്ചെന്നറിയോ? ഈ മരിച്ചോയോന്റെ മക്കൾക്ക് നിങ്ങൾ വാപ്പയാവാനാ. നിങ്ങളെ മുതൽ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? ആ മരിച്ചോയ സാധുവിന്റെ സ്വത്ത് എടുത്തിട്ടെങ്കിലും ആ മക്കൾക്ക് നിങ്ങൾ വാപ്പയാവണം. പറ്റില്ലേ? ആ സ്വത്ത് നിങ്ങൾ വാങ്ങാൻ പോലും പാടില്ല. ഇന്ന് ശറ നിയമം എല്ലാവർക്കും അറിയാം. കിട്ടാനുള്ളത് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, അങ്ങോട്ട് കൊടുക്കാനുള്ളതിനെ പറ്റി പഠനവും ഇല്ല, ചോദ്യവും ഇല്ല. ജീവിച്ചിരിക്കുമ്പം വാപ്പണ്ട്, മകൻ മരിച്ചോയി, മകന്റെ മക്കൾക്ക് സ്വത്തില്ല. മകന്റെ മക്കൾക്ക് സ്വത്തില്ല എന്ന് പറയാനുള്ള ഒരു കാരണം കൂടി എന്താണെന്നറിയോ? ആ മക്കൾക്ക് വേണമെങ്കിൽ വല്യാപ്പാക്ക് വസിയത്ത് എഴുതിയേക്കാം. ഇസ്ലാമിന്റെ അനന്തര അവകാശ നിയമപ്രകാരം അനന്തരം കിട്ടുന്ന മക്കൾക്ക് വസിയത്ത് ചെയ്തേക്കാൻ പാടില്ല. എന്നാൽ അനന്തരം കിട്ടാത്തവർക്ക് വസിയത്ത് ചെയ്തേക്കാൻ പറ്റും. അപ്പൊ ഈ വാപ്പ ചിന്തിക്കേണ്ടത് എന്താ? എന്റെ മരിച്ചോയോന്റെ മക്കൾ എത്തി മക്കളാ, ഐറ്റിങ്ങൾ ഗതികെട്ടാ ജീവിക്കുന്നതെങ്കിലേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വല്യാപ്പ, അതായത് ഈ മരിച്ചോയന്റെ വാപ്പ എന്ത് ചെയ്യണം? ആ മക്കളെ പരിഗണിക്കണം. പക്ഷെ ആ വാപ്പയും കൂടി ഇതൊന്നും ചെയ്യാണ്ട് മരിച്ചുപോയാലോ? ജീവിച്ചിരിക്കുന്ന മക്കൾ പറയും, മരിച്ച കാക്കാന്റെ മക്കൾക്ക് സ്വത്തില്ല. എന്തൊരു ഷെറാന! ആൾക്കാർക്ക് അത് മതി, ഇങ്ങോട്ട് കിട്ടാനുള്ളത്. ഞാനിത് കുറ്റായിട്ട് പറയല്ലോ, തിരിച്ചറിയാൻ വേണ്ടി പറയാ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലൊക്കെ ബന്ധങ്ങളിലൊക്കെ വാപ്പുള്ള കാലത്ത് നമ്മൾ ആരാ? ധനികരാ, ധനാഢ്യരാ നമ്മള്. അതുകൊണ്ടാണല്ലോ തോളത്തെത്തുന്ന് തോണ്ടിയിട്ടിപ്പ നാളെ മദ്രസയിൽ പരിപാടി ഉണ്ട്, ആ പാതി ഒന്ന് ചാടിയാലും പിറ്റേന്ന് പൈസ മേശപ്പുറത്തുണ്ടാവും. വാപ്പുള്ള കാലത്തുള്ള ധനികരായിരുന്നു ഞാനുങ്ങളും ഒക്കെ. ഇനി ഇതേപോലെ തന്നെ രക്ഷിതാക്കളോടും പറയാ, മക്കളോടൊന്നും വേർതിരിവ് കാണിക്കരുത്. ഈ പറഞ്ഞ അനന്തര സ്വത്തിലൊക്കെ പല വാപ്പാരും കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഏതോ മക്കള് ദീനായന്റെ പേരിൽ, മുജാഹിദായന്റെ പേരിൽ സ്വത്ത് കൊടുക്കാത്തത് കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടു. എന്താ കാരണം? ഓൻ ജാറവും അക്ബറയും ഒഴിവാക്കി എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ മകന്റെ പേരിലുള്ള സ്വത്ത് വാപ്പ വേണ്ടാന്ന് വെച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ എഴുതി കൊടുത്തു. അക്രമം കാണിച്ച, ഏതെങ്കിലും മക്കളോട് വേർതിരിവിൽ സ്നേഹത്തിലും സ്വത്തിലും കാണിച്ച, ദുനിയാവിൽ 100 ന്യായങ്ങൾ ഉണ്ടെങ്കിലും പടച്ചോന്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരും. ചില മക്കളോട് ഒരു പ്രത്യേക താല്പര്യം, ചില മരുക്കളോട് ഒരു വെറുപ്പ്, ചില പേരക്കുട്ടികളോട് ഒരു വെറുപ്പ്. ഇതൊക്കെയപ്പ ചില വല്യാപ്പാർക്ക് ദേഷ്യം പിടിക്കുക പെട്ടെന്ന്. ഓനോടില്ല. എന്താ? ഓന്റെ കീഴിലാപ്പ ജീവിക്കുന്നത്, ഓനാണ് പൈസക്കാരൻ, അതുകൊണ്ട് ഓന്റെ മക്കളെയൊക്കെ വലിയ താല്പര്യ. ഇതൊന്നും ഒരു മക്കളോടും ചെയ്യാൻ പാടില്ല. എല്ലാ മക്കളും നമുക്ക് തുല്യരാ, ആണാവട്ടെ പെണ്ണാവട്ടെ. പിന്നെ പഠിക്കാത്തോ നിങ്ങൾ നോക്കണ്ട. ചെറുപ്പത്തിലെ ഞാൻ എന്റെ സ്കൂളിലൊക്കെ പറയുന്ന പഠിക്കാത്തോ നിങ്ങൾ നോക്കണ്ട. കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയ കീഴടക്കിയ ഒരു വീഡിയോ ഏതായിരുന്നു? 10ാം ക്ലാസ്സിൽ SLC തോറ്റൊരുത്തം പറഞ്ഞു വിലൊക്കെ 18 ലക്ഷം റുപ്യ കൊടുത്ത് സ്കൂളിൽ കയറി. ഞാനും അന്നൊരു ഇത് വാങ്ങി, ഈർച്ചമില്ല് വാങ്ങി.
ഇപ്പൊ 30 കൊല്ലം അല്ലെങ്കിൽ 17, 20, 25 കൊല്ലം കഴിഞ്ഞ് ഇവരൊക്കെ റിട്ടയർഡായി. ഇവർക്ക് ആകെ കിട്ടിയത് ചെറിയ പൈസയാ. ഞാൻ ആ ഈർച്ചമിൽ ഇപ്പം വിറ്റത് 1.25 കോടിക്കാ. എന്റെ കീഴിലും 12 ആള് ജോലിക്കാരുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേരിലും ബുദ്ധിന്റെ പേരിലൊന്നും മക്കളെ അളക്കരുത്. ഓരോരുത്തരും അതിന്റെ കോലത്തിൽ ജീവിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറെ കാലമായിട്ട് ഗൾഫിൽ പെണ്ണുങ്ങളെ വിളിക്കും ഗൾഫ് താമസിക്കാൻ. ഇത് ഗൾഫ് കൊണ്ടുവന്ന ഭാര്യമാരൊക്കെ കുറ്റക്കാരും പിയാപ്പിളാരൊക്കെ മോശക്കാരും ഒന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് കേട്ടോ. അതൊക്കെ നിങ്ങളെ നിയ്യത്തും നന്മയും അനുസരിച്ച് മുന്നോട്ട് പോയിക്കോളൂ. ചെറുപ്പക്കാരൻ പറയാ, എന്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വിമാനം കയറി. പലതവണ ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചിട്ടുണ്ട് ഗൾഫിൽ നിൽക്കാൻ. ഓള് പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, മക്കള് വല്യാപ്പന്റെ വല്യമ്മന്റെ കുടുംബത്തിന്റെ ഇടയിൽ ജീവിക്കട്ടെ. നാട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ മഹത്വം മനസ്സിലായത്. എന്റെ മക്കൾക്ക് ഞാനില്ലെങ്കിലും എന്റെ വാപ്പ കൊടുക്കുന്ന സ്ഥാനവും ആ വാപ്പാക്ക് മക്കൾ കൊടുക്കുന്ന സ്ഥാനവും. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയിട്ട് ഒരു കുടുംബക്കാരൻ എന്നോട് ചോദിച്ചിട്ടില്ല ഇനി പൊളിഞ്ഞു പോന്നതാല്ലേന്ന്. കാരണം ഞാൻ നാട്ടിൽ അയച്ചു കൊടുക്കുന്നതിൽ നിന്ന് മിച്ചം പിടിച്ച് ഭാര്യ പലരെയും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വീഴ്ച കുടുംബക്കാർക്കൊരു വീഴ്ചയായിട്ട് തോന്നിയില്ല. ഓലിപ്പോഴും എന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ പറയും, ഒക്കെ ശരിയാകടാ, ദ്വാലുണ്ട്. അന്നാ എനിക്ക് മനസ്സിലായത് 17 കൊല്ലം ഞാൻ സമ്പാദിച്ചതിനേക്കാളിലും 17 കൊല്ലം കൊണ്ട് എന്റെ പെണ്ണ് സമ്പാദിച്ചതായിരുന്നു ഏറ്റവും വലുത്. ബന്ധ മനുഷ്യരെ മനോഹരം ഏത് മുതലിനേക്കാളും. അതിന്റെ അത്ര മനോഹരമായിട്ട് ദുനിയാവിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മക്കളെയും കുടുംബത്തിനെയും രക്ഷിതാക്കളെയൊക്കെ ഒരുപോലെ കാണണം. മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര് അല്ലേ, ഭാര്യന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. ആള് നല്ല പിയാപ്പിളയായിരിക്കും. എവിടെ? നാട്ടുകാരെ മുൻപില്. ബന്ധങ്ങളായതൊക്കെ എന്റെ പെണ്ണ്, ഞാൻ ഇന്ന് മുറിച്ചു മാറ്റാനാവാത്ത പല ബന്ധങ്ങളും എനിക്ക് കിട്ടിയതിന്റെ പെണ്ണിലൂടെയാ. എന്നെ വാപ്പാന്ന് വിളിക്കുന്ന മക്കള്, അതിന്റെ വേദനയും സങ്കടവും സഹിച്ചതിന്റെ പെണ്ണാ. ഞാനൊന്ന് കണ്ടപ്പോ 19 കൊല്ലം വാപ്പന്റെ അടുത്ത് സ്വർഗ ജീവിതം നയിച്ച ഓൾ എന്റെ കൂടെ പോരാന്ന് സമ്മതിച്ചത്. ഓളെ വാപ്പനേക്കാളും സ്നേഹം ഞാൻ കൊടുക്കുന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാ. അങ്ങനെ എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന ഒരു പെണ്ണിന്റെ കണ്ണും മനസ്സും ഞാൻ കാരണം നിറഞ്ഞ പടച്ചോൻ പറയാ, ആണുങ്ങളിൽ ഏറ്റവും നാറിയ നിനിസായിക്കും. ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ, പരസ്പരം മനസ്സിലാക്കുന്നവൻ. ഒരുപാട് പൈസ ഉണ്ടേ കല്യാണം ഗംഗേമാക്കാൻ പറ്റൂ, അതേ ഉള്ളൂ എന്ന് പലർക്കും. കല്യാണം 3-4 ദിവസമൊക്കെയാ. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, വെറ്റില കല്യാണം, യഥാർത്ഥ കല്യാണം, തക്കാർ കല്യാണം. ഇനി വെറൈറ്റി നോക്കുക. അപ്പം 9 കൊല്ലം മുൻപ് കോഴിക്കോട് ഒരു മഞ്ഞ കല്യാണം നടത്തിയപ്പം അതിന്റെ 3-ാമത്തെ ദിവസം ഒരു ഖുത്ബ പറഞ്ഞിരുന്നു ഞാൻ, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ ഖുത്ബ പറഞ്ഞിറങ്ങിയിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഒരാഴ്ച എനിക്ക് കേട്ട വാപ്പന്റെ വിളി വേറല്ല, ഫോൺ വിളിച്ചിട്ടും അല്ലാണ്ടും. അന്ന് പലരും ചോദിച്ചു, ഓരോരുത്തരും പൈസ, നിങ്ങൾ എന്തിനാ എല്ലാത്തിലും ഇടപെടുന്നത്? ഓരോരുത്തരും പൈസ അല്ലേ, ഓരോ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ ഇതില്ലെങ്കിൽ കല്യാണം ശരിയാവൂല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരും. അവർക്ക് ഇതൊക്കെ വേണ്ടി വരും. ഇതില്ലെങ്കിൽ ഓല് മാറിക്കൂല. ബ്യൂട്ടീഷ്യന്മാരെ വിളിക്കുമ്പോഴും പറഞ്ഞു, ഈ പോക്ക് അപകടത്തിലേക്കാ. അഷ്ടിക്ക് വകല്ലാത്ത വാപ്പാനോടും പെൺകുട്ടി ആദ്യം പറഞ്ഞത് എന്താ? തലേന്ന് ഗാനമേളയും വേണം, ഒരുക്കാൻ ബ്യൂട്ടീഷ്യനും വേണം. ഒരുക്കി പുറത്തേക്ക് വന്ന മോളെ കണ്ടിട്ട് വാപ്പ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു, നാം പെണ്ണുങ്ങളുടെ അടുത്തേക്ക്, ഇനി അല്ല ഇനി വെറ്റേന്ന്. കാരണം ഇരു നിറത്തിലുള്ളതിനെ വെളുപ്പിച്ച് ചോപ്പിച്ചു കൊണ്ടുവന്ന്. ഇതൊക്കെ അപ്പോഴത്തെ കാലം. അതിന് വാപ്പാക്ക് 15,000 ചെലവ്. അതല്ലേ ബർത്ത്ഡേ വന്നതും. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 5 ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിലേക്ക് ഫോൺ വിളിച്ചു, ഉമ്മാനെ വാപ്പാനെ ഗൾഫിൽ. എന്തേ കാരണം? ഇക്കഴിഞ്ഞ 6 കൊല്ലവും വാപ്പയും ആഘോഷിച്ചതാ മോന്റെ ബർത്ത്ഡേ. അന്ന് ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പോക്ക് അപകടത്തിലേക്കാ. അപ്പോഴും ആൾക്കാർ ചോദിച്ചു, കുറെ ആളുകള്, എല്ലാത്തിനും വിമർശനം, നിങ്ങൾ എന്തിനാ അതിനെപ്പറ്റി വിമർശിക്കുന്നത്? അതൊക്കെ ഒരു ആഘോഷല്ലേ, ഒക്കെ ഒരു രസല്ലേ, മക്കൾ ജനിച്ച ദിവസല്ലേ. 6 കൊല്ലം മക്കളുടെ ആഘോഷിച്ചപ്പോ 7-ാമത്തെ കൊല്ലം മോമ്മനോട് എന്ന് പറഞ്ഞു, 5,000 ഉറുപ്പ്യാണോ പുറത്തുനിന്നാ ഫുഡ്, ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചോളാം. അട്ടപ്പാതിരക്ക് 2 മണിക്ക് നഫീസൽ ബസ് സ്റ്റാൻഡിന്റെ മുൻപിൽ നിന്ന് പുകച്ചുരുളുകളായിട്ട് മക്കളെ പിടിച്ചപ്പോ ഉമ്മ പറയാ, ഓൻ ഇങ്ങനെ പോയത് അതിന് ആഘോഷിക്കാന്ന്. ഒരു 5-6 കൊല്ലമൊക്കെ നമ്മളെപ്പര ആഘോഷിക്കാണ്ടാവും. പിന്നെ ഓല ഒറ്റക്ക് അങ്ങ് ചെയ്യും, നിങ്ങളോട് പൈസയും വാങ്ങും. ആ പാപവും ദുരിതവും സംഭവിക്കാതിരിക്കാനാ ഉലമാക്കളെ രേഖപ്പെടുത്തി ചെയ്യരുതേ, കൊടുക്കരുതേ എന്ന് പറഞ്ഞ്, ഈ ആഘോഷം പാടില്ല എന്ന് പറഞ്ഞ്. ഇപ്പൊ അതൊക്കെ ഫാഷനബിളാ. എവിടുന്ന് എന്ത് കാണുന്നോ പുതിയത് അത് നമ്മളെ മക്കൾ അംഗീകരിക്കുക. ഇനിയിപ്പം പുതിയ ആളുകളും ചെയ്യുന്നില്ലേ, വലിയവരും ചെയ്യുന്നില്ലേ? ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ഫേസ്ബുക്ക് തുറക്കുമ്പോൾ കാണാം ഓനോളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. സ്നേഹത്തിന്റെ, കുളിരിന്റെ, ബന്ധത്തിന്റെ, ഈ അടുപ്പത്തിന്റെ 14 സംവത്സരങ്ങൾ. ആരാപ്പോ? ഓനോളും ഓലെ വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾ സന്തോഷത്തിലാന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇനി ഓളെ എന്നെയും ബോധ്യപ്പെടുത്തി തന്നാ മതി, ഞങ്ങൾക്ക് കൂലിയാ.
ഞാളൊരു ലൈക്ക് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പഠിച്ചോന്റെ അടുത്ത്. കാരണം എന്താ, അന്നായിക്ക് ഓനോളൊന്ന് നല്ലോണം നിന്ന് അതുവരെ തമ്മിൽ അടിയായിരിക്കും. ഇതൊക്കെയാ അപ്പൊ ദുനിയാവ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും കുടുംബങ്ങളും ഇതൊന്നും വേണ്ട, എല്ലാം ഒരു അഭിനയം മാത്രം. ക്യാമറ കണ്ട മനുഷ്യൻ അപ്പം അഭിനയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ ക്യാമറന്റെ മുൻപിലുള്ളതൊന്നും യാഥാർത്ഥ്യാന്ന് വിശ്വസിക്കരുത്. എത്ര ടിക്ടോക്ക് താരങ്ങൾ ആത്മഹത്യ ചെയ്തു, എത്ര ഇൻസ്റ്റഗ്രാം റീൽസുകൾ ആത്മഹത്യ ചെയ്തു. ഇനി അത് നമുക്കും ആ അഭിനയമോ മനോഭാവം ഉണ്ടോന്ന് അറിയണമെങ്കിലേ വീഡിയോ കവറേജ് ഉള്ള ഒരു പൊരേ ചെന്നാ മതി കല്യാണത്തിന്. അതുവരെ വാരി വലിച്ചു തിന്നാൻ കവറേജ് ഇങ്ങനെ വരുമ്പം സാവധാനം തിന്നും. എന്താ അഭിനയ? അതിന്റെ മുൻപിലുള്ളത് യാഥാർത്ഥ്യമല്ല. പെൺകുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇത് യാഥാർത്ഥ്യാന്ന് കരുതി പരക്കം പായ ഉള്ള ഫിൽറ്റർ ഇട്ട് ടോനിങ്ങോട്ട് വെളുപ്പിച്ച് ഓളെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി തിരിച്ചുണ്ടച്ചാക്കുമ്പോഴാ ടിക്ടോക്ക് കുറ്റക്കാരെ. ഇതൊക്കെ കാലഘട്ടത്തിൽ മക്കൾക്കും കുടുംബത്തിനും പറയിച്ചു കൊടുക്കേണ്ടതിന് പകരം നമ്മൾ എന്നെ തോണ്ടി തീർക്കുന്ന സമയത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ഭാഗത്തു കൂടി കുടുംബം അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടാവും. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ബന്ധത്തിന്റെ വില അറിയണം. നാളെ പടച്ചോൻ ചോദിക്കാനുള്ള ഒരു ബന്ധം എന്റെ കൂട്ടത്തിൽ പടച്ചോൻ തന്നതെന്ന് ചിന്തിക്കണം. ഞാൻ ഓളോടും കിടന്നപ്പുണ്ടായ ഒരു ഇറച്ചി കഷ്ണം അല്ല എന്റെ മക്കള്, അവര് പടച്ചോൻ അറിഞ്ഞു തന്ന മുതലാ. അവർ ഓരോരുത്തരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിലും പടച്ചോൻ എന്റെ നേരെ ഒരു ചോദ്യം വരുത്തും, എന്റെ ഓളെ നേരെയും ചോദ്യം വരുത്തും. രണ്ടുപേരെയും മുൻനിർത്തിയിട്ട് മക്കളെ നിർത്തിയിട്ട് അള്ള വിചാരണ ചെയ്യും. അതുകൊണ്ട് ആ മദീന പള്ളിയിൽ ഒരു ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാബത്ത് കരഞ്ഞ്, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്നവരെ, നോമ്പ് നോൽക്കുന്നവരെ, സക്കാത്ത് കൊടുക്കുന്നവരെ, നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ, നിങ്ങളെ കുടുംബത്തെയും കൂടി പടച്ചോങ്ങളെ കൈമേൽ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാ എനിക്ക് ശമ്പളം പടച്ചോ വശം കൂട്ടി തന്ന്, അതിനാ പടച്ചോൻ ആയുസുള്ള കാലത്ത് എനിക്കൊരു ജോലി തന്ന്. എനിക്ക് കിട്ടുന്ന 10,50,000 രൂപ ശമ്പളേ എന്നെ മാത്രം തന്നതല്ല, എന്റെ കുടുംബത്തെ കൊണ്ടടക്കാൻ പടച്ചോൻ എനിക്ക് തന്നതാണെങ്കിൽ ആ തന്ന റബ്ബിനോട് എനിക്ക് ഉത്തരവാദിത്തണ്ട മക്കളെ ആ നിലക്ക് കൊണ്ടടക്കാൻ. ആ ഒരു തിരിച്ചറിവാണ് കുടുംബം. ആ ബന്ധങ്ങൾ നന്നാക്കിയിട്ടില്ലേ ഓന്റെ അമലുകളൊന്നും പടച്ചോന്റെ അടുത്ത് വൽങ്ങനെ സ്വീകരിക്കൂല. ഞാനൊക്കെ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, ചിലപ്പോ ഖുതുബക്കൊക്കെ കയറുമ്പോൾ ചിലർ കൈ പിടിച്ചിട്ട്, പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദേ ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കും, എന്തേ? നിങ്ങൾ പ്രസംഗത്തിന്റെ ഇടയില് പെണ്ണുങ്ങളോട് പിയാപ്ലാരിയൊക്കെ നല്ലോണം നോക്കാൻ പറയണം കേട്ടോ. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല ഒന്നുമില്ല, തിങ്കളാഴ്ച കേവിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച നിങ്ങളെ ക്ലാസിന്റെ, ബുധനാഴ്ച ബഷീർ മൗലവിന്റെ ക്ലാസ്, വ്യാഴാഴ്ച CD ടവറിലെ ക്ലാസ്. എനിക്കൊരിറക്ക് വെള്ളം കിട്ടണേ ഇപ്പൊ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനത്തെ ഒരു ദീനില്ല, അങ്ങനത്തെ ഒരു ദീൻ ഇസ്ലാമിലില്ല. കെട്ടിയ പെണ്ണിനെയും ആണിനെയും മനസ്സമാധാനത്തിൽ നോക്കാനും വാപ്പനെയും എമ്മനെയും നോക്കാൻ പറ്റാത്തവൻ ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങരുത്. അത് അഭിനയ. നാട് നന്നാക്കാൻ വെച്ചിട്ടറിയില്ല, ആദ്യം നന്നാവട്ടെ എന്നിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ അതിന്റെ അർത്ഥങ്ങൾ ദൈവത്തിന് ഇറങ്ങരുത് എന്നല്ലോ. അവനാന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നാട്ടിൽ നല്ല സുജായിയായിരിക്കും, എല്ലാ രംഗത്തും മുൻപന്തിയിലുണ്ടാകും. വാപ്പയും ഈ നാട്ടിൽ ഒയന്ന് ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഓൻ ഏത് നാട്ടിൽ കടന്ന് ഇസ്ലാഹി പ്രവർത്തനം നടത്തിയിട്ടും കാര്യമല്ല. ആ തിരിച്ചറിവാണ് മനുഷ്യരെ മതം, ആ തിരിച്ചറിവാണ് ഇസ്ലാം, ആ തിരിച്ചറിവാണ് കുടുംബം. ആ കുടുംബമാണ് മറ്റെന്തിനേക്കാളും നമുക്ക് മനോഹരമായിട്ട് ജീവിക്കാൻ സന്തോഷം തരുന്നത്. അതോടൊപ്പം തന്നെ സമ്പത്ത് നന്നാവണം. ഇന്നാർത്തിയ മനുഷ്യനെ ആരെ പറ്റിച്ചും പൈസ ഉണ്ടാക്കുക, ഏത് കൊള്ളരുതായ്മകൾക്കും മനുഷ്യൻ പിന്നാലെ പോകാൻ റെഡിയാ. അതുകൊണ്ടാണല്ലോ ആർക്കും ഒന്നിനും ഏത് മതം പോലും ഇന്ന് വിൽപ്പന ചരക്ക, കോടികൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഖുതുബ പറയുന്ന ആ ഭാഗത്തുള്ള പിൻപാമ്പുറത്തുള്ള മറ്റൊരു പള്ളിന്റെ ചുമരുമേൽ ഇപ്പോഴും ഉണ്ട് ഒരു ബോർഡ്. ഏതാ ബോർഡ്? മദീനയിലേക്ക് 2 കോടി സ്വലാത്ത് കയറ്റി അയക്കുന്നു, ഒരു സ്വലാത്തിന് 100 റുപ്യ. ഇതേത് വണ്ടിയിലാ കൊണ്ടുപോകാൻ അള്ളാഹുവാലോ. എനിക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പൊ അങ്ങനെ എല്ലാവരും, ഞാൻ എല്ലാവരെയും കൂടിയായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറെ കുറ്റം പറഞ്ഞു എന്നുള്ളതല്ല. അത്യാവശ്യം പ്രസംഗിക്കാനും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഞാൻ പറയാ, ഒരു പുതിയ ബിസിനസ് ഉണ്ട്. എന്തിനാ? പോത്തിനെ ഹരിയാനയിൽ നിന്ന് വരുത്തി കറന്ന് പാലും വിൽക്കും, ചാണകവും വിൽക്കും, പോത്തിനെയും വിൽക്കും. നിങ്ങൾ ഓരോരുത്തരും 10 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്യണം. ജീവിതത്തിൽ ഞാനൊരു പോത്തിനെ പോറ്റിയില്ല, ഒരു പോത്തിനെ കറന്നിട്ടില്ല, ഒരു പോത്തിനെ ഏതെങ്കിലും തരത്തിൽ അതിന്റെ സൂക്കേടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് എന്താ ഉള്ളത്? ജനങ്ങൾ കുറെ ആൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഓരോ പൈസ ഇന്ത്യയിലേക്ക് ആക്കാൻ പറ്റും. അവസാനം വാങ്ങി വെച്ച് കോടികളായി. ഇത് പൊളിക്കേണ്ടത് ഇതിന്റെ ആവശ്യം തന്നെയായി. കാരണം എന്താ? തന്നോലേന്നെടുത്ത് തിരിച്ചൊക്കെ 2-3 മാസം തരും, പിന്നെ ഇത് പൊളിക്കണം. എന്നിട്ട് എനിക്ക് ഇതുമായിട്ട് രക്ഷപ്പെടണം. അവസാനം ലാഭത്തിലായത് ഹലാലാന്ന് ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതോ, ഇപ്പൊ കോഴിക്കോട് ഒരുത്തൻ 3 കോടി റുപ്യ പറ്റിച്ചു പോയപ്പം ഓൻ പറഞ്ഞ ഒരു പണ്ഡിതനെ, എവിടെയാന്ന് വെച്ചാൽ ദയൂർബന്ദിൽ എങ്ങാനുള്ള ഒരു പണ്ഡിതനാ,
അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പണ്ഡിതൻ തന്നെ അല്ല. അപ്പൊ അങ്ങനെ മതിയല്ലോ, ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ഒരു വചനവും, ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ മൊയ്ലിയാമാരോട് ചോദിക്കൂല, എന്താ? അഥവാ മൊയ്ലിയാർ പറയാ അത് ഹറാമാട്ടോ, ആ സമ്പാദ്യം നമുക്ക് പറ്റൂല, അങ്ങനെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മൊയ്ലിയാമാർ പറഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഈ ഹദീസ് കണ്ടപ്പോൾ സമാധാനവും കഴിഞ്ഞു, ഓൻ കൊണ്ട് ചുട്ടു. ഇപ്പൊ പൊളിഞ്ഞപ്പോൾ നമ്മളെടുത്ത് നിന്നിട്ട് പറയാ ഇത് ഓൻ പറ്റിച്ചു പോയി, നിങ്ങൾ ദുആ ഇരിക്കണം കേട്ടോ. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ എനിക്ക് ചോദിച്ചുകൂടാ ഇത് ഹക്കോ ബാത്തിലോന്ന്? അപ്പൊ മൗലമാര് പറയും ഇത് തെറ്റാണ്, അങ്ങനെ ഒന്നും ഇടപെടാൻ പാടില്ല, അങ്ങനെ കിട്ടുന്നൊന്നും ഹലാലാവൂലാന്ന് കേൾക്കാനുള്ള ബേജാറുകൊണ്ട് ആരോടും ചോദിക്കാണ്ട് ഇട്ടു. ഇട്ടത് പോയി എന്ന് കണ്ടപ്പോ പിന്നെ മൗലൈമാരോടും സംഘടനയോടും ദേഷ്യ. ഇതാപ്പോഴത്തെ കാലം ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും, മതം വിൽക്കാം, ദീന് വിൽക്കാം, ഇനി അല്ലാത്തവർക്ക് എന്തും കൊള്ളലാഭം എടുത്തിട്ടുണ്ടാക്കാം. മറ്റൊരു ഇന്ന് ലോകത്തിന്റെ പോക്ക് 2 വാക്കുകളിലാ, ലാഭം. ലാഭം കിട്ടിയാൽ എന്തും ചെയ്യാൻ മനുഷ്യൻ റെഡിയാ. അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതും സമ്പാദിച്ചുണ്ടാക്കുന്നതും ഒക്കെ സ്വന്തം കുടുംബത്തിന് തിന്നാൻ കൊടുത്താലേ അത് അത്ര പെട്ടെന്നൊന്നും ദഹിച്ചിട്ട് മണ്ണോട് ചേരൂലട്ടോ. അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തസൂലു ഖദമ അബ്ദൻ യൗമൽ ഖിയാമ. പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഒരടി മുൻപോട്ട് വെക്കണേ. അള്ളാഹു ചോദിക്കും, മിന്നൈന ഇക്തസബഹു വഫീമ അൻഫഖഹു. നീ എവിടെ നിന്നൊക്കെ സമ്പാദിച്ചു, എവിടെയൊക്കെ ചെലവാക്കി, ആ അളവും അള്ളാഹുവിനോട് പറഞ്ഞിട്ടല്ലാതെ നിനക്കൊരു കാലിന്റെ അടി മുൻപോട്ട് വെക്കാൻ പറ്റൂല. മുതലുണ്ടാക്കാൻ എളുപ്പ. കള്ളത്തരം പറയുന്ന ഒരു നാവും കുറച്ച് തന്ത്രം ഉണ്ടെങ്കിൽ ഏതൊരുത്തന്റെ പോക്കലിട്ട പൈസയും നമ്മളെ പോക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ പടച്ചോന്റെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് വേലി കെട്ടിത്തിരിച്ച് കൊള്ളലാഭം എടുക്കുന്നവര്, അതേപോലെ തന്നെ സർവ്വതിലും മായം ചേർക്കുന്നവര്. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞത് അനുഭവത്തിന്റെ കഥയാ. ഒരു സാധു പൊരണ്ടാക്കാൻ നോക്കി, അവസാനം മെയിൻ വാർപ്പിന്റെ 68ാമത്തെ ചാക്ക് സിമന്റിന്റെ വാർപ്പിന്റെ ഇടയിൽ പൊര അടന്ന് വീണുക. പരിശോധിച്ച ശാസ്ത്രഗോളം അഥവാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു, പ്രശ്നം കല്ലില, 11.25 ഇഞ്ചേ കല്ലുള്ളൂ. ഒരു കല്ലിന് വേണ്ടത് സർക്കാർ നിയമപ്രകാരം 13 ഇഞ്ചാ. എന്നാലും സർക്കാരൊക്കെ പറഞ്ഞു ഒരു 12 വേണം. ഇതൊരു കുഴിന്ന് കുറെ കിട്ടാൻ വേണ്ടിയിട്ട് 11.25 ഇഞ്ച് അലുവ കഷ്ണം മാതിരി ഉള്ളത്. ഈ സാധുവിന് രാത്രി കൊണ്ട് ചിറക്കി, പകലത് കെട്ടി, 4 ദിവസം കഴിഞ്ഞ് വാർപ്പിന്റെ അന്ന് പൊളിഞ്ഞങ്ങോട്ട് വീണു. ആ ഒരു പൊരന്റെ മുൻപിന്ന് ആ പെണ്ണും മക്കളും ബാപ്പയും നെഞ്ചുപൊട്ടി കരയുമ്പോ കണ്ണീരിന്റെ ഒരു തുള്ളി മതി മനുഷ്യരെ ഇടയാളനായോൻ, കമ്മീഷൻ പറ്റിയോനൊക്കെ നശിച്ചു പോയ. ഇന്ന് പൈസ ഉണ്ടാക്കാൻ ആർത്തി പിടിച്ചുകൂടുക. ഇനി പൈസ മനുഷ്യന് സമാധാനം തന്നിട്ടുണ്ടോ? പൈസ ഉള്ളവർക്ക് ആർക്കെങ്കിലും ദുനിയാവിൽ ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? പൈസക്ക് പൈസ വേണം, പക്ഷെ അത് ഹക്കായാ മതി, ഹലാലായാ മതി. ഈ പ്രസംഗം നാളെ ആരെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഫസ്റ്റ് ചോദ്യം എന്താ അറിയോ? വലിയാരെ പൈസക്ക് പൈസ ഉണ്ട്, നിങ്ങൾ വരുമോ? ഇതാ ചോദ്യം. പൈസക്ക് പൈസ വേണം, അത് ഹക്കാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആളെ പറ്റിച്ചിട്ടുണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയതൊന്നും തടിമ പിടിക്കുകയില്ല, നിലനിൽക്കുകയില്ല. അതിപ്പോ ഒക്കെ ശരീരത്തിലും കൈമലും ബാങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നായിട്ട് കുത്തിയൊലിച്ചു പോകുന്ന ഒരു യാത്രയിൽ അന്ന് നീ സമ്പാദിച്ചതിനെ പറ്റിയൊക്കെ ഖേദിക്കും. അന്ന് എന്റെ ഹക്കായതിനു വേണ്ടിയിട്ട് ഇങ്ങി കരയും. ഈ മുതലുമ്മൽ ഹക്കും ബാത്തിലും നോക്കാത്തവന് ദുനിയാവിൽ പടച്ചം കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷയാണത്. സ്വന്തം മുതലൊരു ഹക്കും ബാത്തിലുണ്ടല്ലേ. വേറെ ചിലരുണ്ട് നല്ലോണം സമ്പാദിക്കും, പക്ഷെ പിശുക്കന്മാരായിരിക്കും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാന്നുള്ളത് ഭയങ്കരതായിരിക്കും. അപ്പൊ അവിടെയും ദീനിനൊക്കെ മറയാക്കുന്നവരുണ്ട്. കല്യാണമൊക്കെ സംഘടിപ്പിക്കും, എന്നിട്ടോ ആളുകൾക്ക് വായിൽ വെക്കാൻ പറ്റാത്ത ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. ഇനി ആരെങ്കിലും തക്കരിച്ചു കൊണ്ടുപോകുന്നും കരുതുക. മൗലവിമാരെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് ക്ഷണിച്ച് വീട്ടിൽ തൽക്കാരത്തിന് കൊണ്ടുപോയി നോക്കുമ്പോൾ എന്തോ ഒരു സാധാരണ ഭക്ഷണം ഉണ്ടാകുക. എന്നിട്ട് മുമ്പ് ഒരു വർത്തിന നമ്മൾ ലാളിത്യം കാണിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞാളെന്തെങ്കിലും ഓവർ ഉണ്ടാക്കിയാൽ നിങ്ങൾ കുറ്റം പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അഭിനങ്ങ് അവനാന്റെ കാര്യത്തിനോ യഥേഷ്ടം പൈസ വാരി വതറും. ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പിശുക്കത്തരം ആ സമ്പത്തിനെ മോചിപ്പിക്കൂല. ഒരു മുഅ്മിനിന്റെ മനസ്സിൽ പിശുക്കും വിശ്വാസവും ഒരുമിച്ചുണ്ടാവില്ല. വിശ്വാസം ഉണ്ടോ പിശുക്കുണ്ടാവില്ല, പിശുക്കുണ്ടോ വിശ്വാസം ഉണ്ടാവില്ല. ഇന്നെല്ലാറ്റിനും ഒരു കൊടുക്കണോ കൊടുക്കണ്ടേ ദീനീപരമായ കാര്യത്തിന് സ്വന്തം കുടുംബത്തിൽ പോലും ചെലവാക്കാത്തവരുണ്ട്. ചില പിയാപ്ലാരൊക്കെ ഭാര്യമാരായിപ്പോയതിന്റെ പേരിൽ അസഹനീയമായ ദുസ്സഹമായ ജീവിതം നയിക്കുന്നവരുണ്ട്. തിന്നതിന് കൂലി, തിന്നതിന് കണക്ക്, വാങ്ങിയതിന് കണക്ക്, എന്തിനും കണക്ക്. കുറ്റപ്പെടുത്തുക, കുടുംബത്തിനെ കുറ്റപ്പെടുത്തുക, ഭാര്യനെ കുറ്റപ്പെടുത്തുക, എല്ലാത്തിലും. ഈ പറഞ്ഞതിന്റെ അർത്ഥം അഹങ്കാരിയായിട്ട് ജീവിക്കണം എന്നല്ല. അവനാന്റെ മുതലേ പടച്ചോന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഇഷ്ട അള്ളാഹ് തന്ന മുതൽ നിങ്ങളെ ജീവിതത്തിൽ കാണുന്നത്. അവിടങ്ങൾ പിശുക്കും ദാരിദ്ര്യവും അഭിനയിച്ച് ജീവിക്കണമെന്നില്ല. അതിന്റെ അർത്ഥം അഹങ്കാരിയായിട്ട് വാരി വലിച്ച് ജീവിതത്തെ ആസ്വദിക്കണമെന്നുമല്ല. ചില ഭാര്യമാരൊക്കെ പറയും, സാധേ എങ്ങനെ ഒരു പിശുക്കന് എന്തെങ്കിലും ഒന്ന് വാങ്ങി തന്നാ പിന്നെ അതിനെപ്പറ്റി പറച്ചില്, എന്തെങ്കിലും വാങ്ങാൻ പോയാൽ അതിനെപ്പറ്റി പറച്ചില്. എല്ലാ കാര്യത്തിലും മക്കളോടും കുടുംബത്തിനോടൊക്കെ പിശുക്ക്. ഞാൻ അവസാനിപ്പിക്കുക, സമയം എത്രയോ നീണ്ടു.
അതുകൊണ്ട് സമ്പത്ത് നന്നായാലേ ചെയ്യുന്ന അമൽ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കൂ. ഹറാമായ ഒരു വറ്റിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാ, ഹറാമായ ഒരു വറ്റ് നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കല. വേറെന്ത് ശരീരത്തിൽ ഉണ്ടായാലും പടച്ചോനെ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ എന്റെ ബ്ലഡിൽ ഓരോ സെക്കൻഡിലും ഈ കൈവിരലിന്റെ അറ്റത്ത് നിന്ന് കിഡ്നിയിൽ വന്ന് ശുദ്ധീകരിച്ച് തിരിച്ചോടുന്ന ബ്ലഡിലെങ്ങാനും ഒരു തുള്ളി ബ്ലഡ് എങ്ങാനും ഹറാമുണ്ടെങ്കിൽ എന്റെ ശരീരം പടച്ചോന്റെ സ്വർഗം കാണൂലെന്നാ. ആ രക്തം എവിടെയുള്ളതെന്ന് എനിക്ക് പറയാനും പറ്റൂല. എല്ലാ ഭാഗത്തേക്കും എന്റെ ബ്ലഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ പടച്ചോൻ അങ്ങനെ തന്നെ പറഞ്ഞത്, ആ ബ്ലഡ് ശരീരത്തിലുള്ളവൻ പടച്ചോന്റെ സ്വർഗം കാണൂലെന്ന്. ഇഭാഗത്ത് മാത്രമേ ആ ബ്ലഡ് ഉള്ളെങ്കിൽ എനിക്ക് ഇവിടെ അങ്ങ് മുറിച്ചാന്നാ മതിയായിരുന്നു ചിന്തിച്ചു. അത് ശരീരത്തിൽ ഹക്കല്ലാത്ത ഉള്ള അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷയാണ്. അത് എത്ര ഞാൻ നിസ്കരിച്ച് നോമ്പ് പോറ്റിട്ടും ഹക്കല്ലാത്ത ശരീരത്തിലായിട്ട് അള്ളാനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ഒരു പരിശുദ്ധ റമദാനിൽ റബ്ബിനെ അറിഞ്ഞ് തവക്കുല് ചെയ്ത് പാപങ്ങളും തിന്മകളും റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ബന്ധങ്ങൾ നന്നാക്കി ഒരാളുടെയും ഹക്കല്ലാത്ത പൈസ ഉപയോഗിക്കില്ല എന്നുറപ്പിച്ച് നേരും നെറിയോടെയും സമ്പാദിച്ച സമ്പത്തുകളുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളൊന്ന് നിയ്യത്ത് വെച്ച് ഇറങ്ങി നോക്കൂ. പടച്ചോൻ ആ മാറ്റം നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ നോമ്പ് 26 ആകുമ്പോഴേക്ക് തന്നെ തുടങ്ങും. അൽഹംദുലില്ലാ 4 ദിവസം കൂടി കഴിഞ്ഞാൽ അതാണ് തീർന്ന്. നാട്ടുകാരോടും കുടുംബക്കാരോടും പറയും, എത്ര പെട്ടെന്നാ നോമ്പ് കഴിഞ്ഞു പോയത്. അതൊരു സമാധാനത്തിന്റെ വർത്താനാ. ഇനി ഏതോ വിചാരിച്ചാലും 4 എണ്ണേ ഉള്ളൂ എന്നുള്ളത്. ആ ഒരു മാറ്റമില്ലായ്മ നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ മാറട്ടെ, തിരുത്തട്ടെ, തിരുത്താനാവട്ടെ ഈ ഒരു കിസൈ സെന്ററിൽ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. സാമ്പത്തിക ഇടപാടുകളിൽ ഹക്കും ബാത്തിലും ഇല്ലാത്തതെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാഥ, ഹക്കിലേക്ക് ചേർന്ന് നിൽക്കാനും നല്ലൊരു ഹക്കായ ജീവിത സമ്പാദ്യത്തോടു കൂടി നിന്നെ കണ്ടുമുട്ടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള പലരും നാദാ നല്ലൊരു ജോലി ലഭിക്കാൻ, നല്ലൊരു മഈശത്ത് ലഭിക്കാൻ, മനസ്സമാധാനത്തോടെ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണം. അള്ളാഹുവെ, ഞങ്ങളെ മക്കൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാനും മക്കളെ കൊണ്ട് പരലോകത്ത് അപമാനിക്കപ്പെടാതെ കുടുംബം കൊണ്ട് സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ കുടുംബത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. പലപ്പോഴും പറയാറുണ്ട്, എന്നേക്കാൾ ഏറെ ഈ വാക്കുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രാർത്ഥനയാവണം. അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വ്യക്തിയേക്കാൾ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.